ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ മൈഥിലി, അധ്യായം 17. ഓഫീസിൽ പ്രസാദിന് വളരെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരാൻ അല്പം വൈകുമെന്ന് മൈഥിലിക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളായിരുന്നു. അപ്പോഴാണ് ഫോൺ പിന്നെയും ബെല്ലടിച്ചത്. ജയപ്രസാദ് ഹിയർ. അയാൾ കടലാസിൽ നിന്ന് കണ്ണെടുക്കാതെ റിസീവറിലേക്ക് പറഞ്ഞു. ഞാൻ മീരയാണ്. എന്താ മീരെ വിശേഷിച്ച്? ആഹ്ലാദത്തോടെ അയാൾ ചോദിച്ചു. ഞാൻ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല, അയാൾ നേര് പറഞ്ഞു. നല്ലത്, അങ്ങനെയേ വിചാരിക്കാവൂ. ഞാനിപ്പോൾ വിളിച്ചതെന്തിനാണെന്ന് അറിയാമോ? അവൾ ചോദിച്ചു. അറിയില്ലല്ലോ. ഇപ്പോൾ ദാമ്പത്യം എങ്ങനെയുണ്ടെന്നറിയാനാണ്. അന്ന് വന്നുപോയ ശേഷം ഒരാഴ്ചയായല്ലോ, അവൾ കളിയായി ചോദിച്ചു. ഞങ്ങൾ അന്ന് തന്നെ ഒത്തുതീർപ്പിലെത്തി. ഇപ്പോൾ എല്ലാം ശാന്തം, സ്വച്ഛം, സുന്ദരം. എന്താ, അസൂയ തോന്നുന്നുണ്ടോ? അയാൾ കളിയായി ചോദിച്ചു. എനിക്കോ? നന്നായി, എനിക്ക് സന്തോഷമായി. ഞങ്ങൾ ഒരു ചെറിയ ഉല്ലാസയാത്ര പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നാളെ ശനിയാഴ്ചയല്ലേ? നാളെ രാവിലെ കന്യാകുമാരിക്ക് പോകുന്നു. വൈകുന്നേരം അസ്തമയവും പിറ്റേ ദിവസം ഉദയവും കണ്ട് ഞായറാഴ്ച തിരിച്ചെത്തുന്നു. ആശംസകൾ, അവൾ പറഞ്ഞു. എന്തെല്ലാമുണ്ട് വിശേഷങ്ങൾ? പ്രസാദ് ചോദിച്ചു. ഞാനും കുറേ ദിവസത്തേക്ക് ലീവ് എടുക്കുകയാണ്, മീര പറഞ്ഞു. എന്താണ് കാര്യം? ഒരു സുഖവാസത്തിന് പോകാനാണ്, അവൾ പറഞ്ഞു. എവിടെയാണ്? ഇപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ രസം പോകും. നിങ്ങൾ കന്യാകുമാരിയിൽ പോയിട്ട് വരൂ. ഒരു ദിവസം ഞാൻ വിളിക്കാം. അന്ന് കണ്ടപ്പോൾ സ്വാർത്ഥത കാരണം ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നെറ്റിയിൽ ഒരു മുറിവുണ്ടല്ലോ, പ്രസാദ് പറഞ്ഞു. വീണതാണ്. എങ്ങനെ? അതോ, കുളിമുറിയിൽ കാല് തെറ്റി. കൈയും കാലുമൊന്നും ഭാഗ്യത്തിന് ഒടിഞ്ഞില്ല. ശരി, വയ്ക്കുകയാണ്. മീര റിസീവർ വെച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ചെന്നപ്പോൾ അയാൾ പതിവിലേറെ സന്തോഷവാനായിരുന്നു. എന്താണ് കാരണമെന്ന് അയാൾക്ക് തന്നെ മനസ്സിലായില്ല. മീര ഫോൺ ചെയ്തതുകൊണ്ടാണോ? ആവാം എന്ന് അയാൾക്ക് തോന്നി. നാളെ നമുക്ക് കഴിയുന്നത് നേരത്തെ പുറപ്പെടണം, പ്രസാദ് മൈഥിലിയോട് പറഞ്ഞു. കൊണ്ടുപോകാനുള്ളതെല്ലാം ഇന്നേ തയ്യാറാക്കി വച്ചേക്കണം. എന്ത് തയ്യാറാവാനാണ് പ്രസാദേട്ട? ഒരു പകലും ഒരു രാത്രിയും 2 ജോഡി ഡ്രസ്സല്ലാതെ വേറെ എന്തു വേണം? ഒരു ബ്രീഫ് കേസ് ഒരുക്കുന്ന ജോലിയേ ഉള്ളൂ. നമുക്ക് അച്ഛനെയും അമ്മയെയും കൂടി ക്ഷണിച്ചാലോ? കാറിൽ സ്ഥലമുണ്ടല്ലോ. വയസ്സുകാലത്ത് അവർ കന്യാകുമാരിയിലൊരു 2ാം മധുവിധു ആഘോഷിക്കട്ടെ, പ്രസാദ് പറഞ്ഞു. ആഘോഷിക്കട്ടെ, പക്ഷേ നമ്മുടെ കൂടെ വരുന്നത് അവർക്കൊരു സ്വാതന്ത്ര്യം കുറവായിരിക്കും, അവൾ പറഞ്ഞു. അവർ വരുന്നത് നമുക്ക് സ്വാതന്ത്ര്യക്കുറവാണെന്നങ്ങ് തെളിച്ചു പറ. അപ്പോൾ എൻ്റെ കുട്ടന് ബുദ്ധിയുണ്ട്, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവർ കന്യാകുമാരിയിലേക്ക് യാത്ര തിരിച്ചു. മൈഥിലി പറഞ്ഞതുപോലെ യാത്രയ്ക്കൊരുങ്ങാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബ്രീഫ് കേസ് വസ്ത്രങ്ങൾ, വിശേഷിച്ച് ഒരു ക്യാമറ. കുങ്കുമ നിറത്തിലുള്ള സിൽക്ക് സാരിയാണ് മൈഥിലി ഉടുത്തിരുന്നത്. നേരിയ തണുപ്പുള്ള കാറ്റിൽ അവളുടെ ശരീരത്തിൻ്റെ ചൂടും ഗന്ധവും ആസ്വദിച്ചുകൊണ്ടാണ് അയാൾ കാർ ഓടിച്ചത്. സാരി ചുമലിൽ പുതച്ച് അവൾ അയാളെ ചേർന്നിരുന്നു. പട്ടണങ്ങൾ ഓരോന്നായി കിടന്ന് വണ്ടി വിശാലമായ വയലുകൾ നിറഞ്ഞ ഗ്രാമപ്രദേശത്തേക്ക് കടന്നു. ഇടതുവശത്ത് മഞ്ഞിലെ സ്വപ്നങ്ങൾ പോലെ നീലമലകൾ, പാടത്തിൻ്റെ വക്കിൽ കൂട്ടം കൂടി നിൽക്കുന്ന കരിമ്പനകൾ. മനോഹരമായ പ്രഭാതം. മൈഥിലിക്ക് അടക്കാനാവാത്ത ആഹ്ലാദം തോന്നി. ഇന്നലെയും അമ്മ എന്നോട് ചോദിച്ചു, മൈഥിലി പതിഞ്ഞ സ്വരത്തിൽ പ്രസാദിനോട് പറഞ്ഞു. എന്തു ചോദിച്ചു? വിശേഷമൊന്നുമില്ലേ എന്ന്, അവൾ ലജ്ജയോടെ പറഞ്ഞു. നീ എന്തു പറഞ്ഞു? ചിരിയോടെ അയാൾ ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല, അയാൾ അവളെ നോക്കി മന്ദഹസിച്ചു. മദ്രാസിൽ ചെന്നപ്പോൾ അമ്മയും പ്രേമചേച്ചിയും പ്രത്യേകം ചോദിച്ചു, അവൾ പറഞ്ഞു. ഇക്കാര്യമോ? അതെ. കല്യാണം കഴിഞ്ഞിട്ട് അധികനാളായില്ലല്ലോ, എന്താ എല്ലാവർക്കും ഇത്ര ധൃതി? അയാൾ സ്വയം എന്ന പോലെ ചോദിച്ചു. ആർക്കറിയാം, നിനക്ക് ധൃതിയുണ്ടോ? എനിക്കോ? അവൾ അയാളെ നോക്കി ചിരിച്ചു. പ്രസാദ് ഇടത് കൈയെടുത്ത് അവളെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അമർത്തി. പെൺപക്ഷിയെപ്പോലെ അവൾ അയാളിലേക്ക് ഒതുങ്ങിച്ചേർന്നു. ഇനി ഒരു കാര്യം ഞാൻ പറയാം, അയാൾ പറഞ്ഞു. പറയൂ. ഈ ആഴ്ച കന്യാകുമാരിയിലേക്ക് പോകാം എന്ന് ഞാൻ പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. കഴിഞ്ഞ തവണ നിനക്ക് പീരീഡ് വന്നതെന്നാണെന്ന് ഓർത്തു നോക്ക്. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. ഇന്നും നാളെയുമൊക്കെ ഫലസാധ്യതയുള്ള ദിവസങ്ങളാ. മാത്രമല്ല, ഇന്ന് പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസമാ. മുഴുതിങ്കളെപ്പോലെ ഒരു പുത്രൻ അല്ലെങ്കിൽ ഒരു പുത്രി, അയാൾ പറഞ്ഞു. കലണ്ടറിൽ ഗവേഷണം നടത്തിയത് ഇതിനായിരുന്നോ? അത്ഭുതത്തോടെയും ആഹ്ലാദത്തോടെയും അവൾ ചോദിച്ചു. 3 സാഗരങ്ങളെയും സാക്ഷി നിർത്തി ദേവി കന്യാകുമാരിയുടെ അനുഗ്രഹാശിസുകളോടെ ഇന്ന് രാത്രി നമ്മൾ ആ പുണ്യകർമ്മം. ഒന്നും മിണ്ടാതിരിക്കു പ്രസാദേട്ട,
അവൾ അയാളുടെ വായ പൊത്തി. അയാൾ പൊട്ടിച്ചിരിച്ചു. പിന്നെ അവർ അവരുടേതായ സ്വപ്നലോകത്തിലൂടെയാണ് യാത്ര ചെയ്തത്. കന്യാകുമാരിയിലെത്തും വരെ അവർ യാത്ര അറിഞ്ഞതേയില്ല. കടലിന് അഭിമുഖമായുള്ള ഒരു മുറിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഹോട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ റിസപ്ഷനിലിരുന്ന ചെറുപ്പക്കാരിയോട് പ്രസാദ് പറഞ്ഞു, ഞങ്ങളുടെ എല്ലാ മുറികളും കടലിനെ ഫേസ് ചെയ്യുന്നതാണ് സർ. 3-ാം നിലയിൽ തെക്കേ അറ്റത്തെ മുറി ഞാൻ നിങ്ങൾക്ക് തരാം. എ നൈസ് റൂം വിത്ത് എ ബ്യൂട്ടിഫുൾ വ്യൂ. അവൾ പറഞ്ഞു. താങ്ക് യു. ചെറുപ്പക്കാരി പറഞ്ഞത് നേരാണെന്ന് മുറിയിൽ ചെന്നപ്പോൾ പ്രസാദിന് ബോധ്യമായി. മനോഹരമായ മുറി, 3 ജനാലകൾ. അയാൾ 3 ജനാലകളുടെയും ചില്ലുപാളികൾ തുറന്നു. നേർത്ത മഞ്ഞ തിരശീലകളെ നൃത്തം വയ്പ്പിച്ചുകൊണ്ട് കടൽക്കാറ്റ് ഉള്ളിലേക്ക് തിക്കിത്തിരക്കി വന്നു. 3 ജനാലകൾ, 3-ൽ നിന്നും 3 കടലിൻ്റെ കാഴ്ചകൾ. എ റൂം വിത്ത് എ വ്യൂ, അയാൾ മന്ത്രിച്ചു. മൈഥിലി ആഹ്ലാദത്തോടെ പുറത്തേക്ക് നോക്കി. മൈഥിലി മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ? പ്രസാദ് ചോദിച്ചു. 2 തവണ. ആദ്യം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ. അന്ന് ചെറിയ കുട്ടിയായിരുന്നു. വ്യക്തമായ ഓർമ്മകളില്ല. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ. അതൊരോട്ടപ്രദക്ഷിണമായിരുന്നു, അവൾ പറഞ്ഞു. ആരോ വാതിലിൽ മുട്ടി. പ്രസാദ് കതകു തുറന്നു നോക്കി. യൂണിഫോം ഇട്ട ചെറുപ്പക്കാരനാണ്. റൂം ബോയ്. സർ, ലഞ്ചിൻ്റെ സമയം 12 മുതൽ 2 വരെയാണ്. റൂമിൽ വേണോ അതോ? ഡൈനിങ് ഹാൾ എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ്. താങ്ക്സ്, ഞങ്ങൾ അവിടെ പോയി കഴിച്ചോളാം, പ്രസാദ് പറഞ്ഞു. ബോയ് പോയി. പുണ്യകർമ്മം നടത്താനുള്ള മുറിയാണ്. വെറുതെ എച്ചിലാക്കണ്ട, പ്രസാദ് പറഞ്ഞു. മൈഥിലി മുഖം പൊത്തി ചിരിച്ചു. വെയിലാറിയപ്പോഴാണ് അവർ പുറത്തേക്ക് പോയത്. ഹോട്ടലിൻ്റെ മുന്നിൽ നിരവധി കാറുകൾ പാർക്ക് ചെയ്തിരുന്നു. ടൂറിസ്റ്റ് ബസ്സുകൾ വന്നുകൊണ്ടിരുന്നു. പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല വേഷക്കാർ, സ്കൂൾ കുട്ടികളുടെ സംഘങ്ങൾ. പ്രസാദും മൈഥിലിയും തിരക്കിലൂടെ വെറുതെ നടന്നു. ശംഖുമാല വിൽക്കുന്ന പെൺകുട്ടികൾ വിടാതെ അവരുടെ പിന്നാലെ കൂടി. എന്തെങ്കിലും വാങ്ങുന്നതാണ് ബുദ്ധിയെന്ന് അയാൾക്ക് തോന്നി. 2 മാല വാങ്ങി അയാൾ മൈഥിലിയുടെ കഴുത്തിലണിയിച്ചു. അത് ഗുണം ചെയ്തു. പിന്നീട് വന്ന മാല വിൽപ്പനക്കാരി പെൺകുട്ടികൾ മൈഥിലിയുടെ കഴുത്തിലെ മാല കണ്ട് പിന്തിരിഞ്ഞു. വിവേകാനന്ദജി സ്മാരകം കാണാൻ പോകണ്ടേ? കരയിൽ നിന്നും അകലെ കടലിൽ കല്ലിൽ കൊത്തിവെച്ച കവിത പോലെ നിൽക്കുന്ന സ്മാരകം ചൂണ്ടി പ്രസാദ് ചോദിച്ചു. പോണം, പക്ഷെ ബോട്ടിൽ കയറാതെ പറ്റുമോ? അവൾ ഭയത്തോടെ ചോദിച്ചു. പറ്റും, നീന്തിയാൽ മതി, പ്രസാദ് പറഞ്ഞു. പ്രസാദേട്ടന് എല്ലാം കളിയാ. ആ തിരകൾ നോക്കൂ, എന്തൊരു ഉയരമാണ് അവയ്ക്ക്. ആ ബോട്ട് ചാഞ്ചാടുന്നത് കണ്ടില്ലേ? എനിക്ക് പേടിയാണ്, അവൾ പറഞ്ഞു. ഞാനില്ലേ, പിന്നെന്തു പേടിക്കാൻ? ധൈര്യം അഭിനയിച്ച് അയാൾ പറഞ്ഞു. പ്രസാദേട്ടൻ കൂടെയുണ്ടെങ്കിൽ കടലിൽ തിരകളില്ലാതാവുമോ? പക്ഷേ ഒരാശ്വാസമുണ്ട്. മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച് മരിക്കാം. മനുഷ്യരായാൽ കുറച്ചൊക്കെ ധൈര്യം വേണം. പ്രസാദ് അവളെ പരിഹസിച്ചു. ശരി, എന്നാൽ വാ പോകാം. അവൾ തയ്യാറായി. പ്രസാദ് ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. അടുത്ത ബോട്ട് വന്നപ്പോൾ അവർ അതിൽ കയറിക്കൂടി. ബോട്ട് കടലിലേക്ക് നീങ്ങിയപ്പോൾ മൈഥിലിയുടെ ധൈര്യമെല്ലാം ചോർന്നുപോയി. കളിപ്പാട്ടം പോലെ ബോട്ട് തിരയുടെ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോഴൊക്കെ അവൾ കണ്ണുകളടച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രസാദിനെ ഇറുകെ പുണർന്നു. വിവേകാനന്ദ പാറയിലെത്തിയപ്പോൾ അവൾക്ക് സമാധാനമായി. പക്ഷെ തിരിച്ച് കരയിലേക്ക് വീണ്ടും അതുപോലൊരു യാത്ര കൂടി വേണമല്ലോ എന്നോർത്തപ്പോൾ ജീവൻ പോകുന്നതുപോലെ അവൾക്ക് തോന്നി. നമുക്ക് തിരിച്ചു പോകണ്ട, ഇവിടെങ്ങാനും അങ്ങ് കഴിയാം, അവൾ ഭയത്തോടെ പറഞ്ഞു. എൻ്റെ പാവം പെണ്ണേ. അയാൾക്ക് അവളോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി. സ്മാരകം കണ്ട് നടക്കുമ്പോൾ മൈഥിലി അത്ഭുതപ്പെട്ടു. ഇതെല്ലാം മനുഷ്യൻ്റെ കരവിരുതല്ലേ? വിചാരിച്ചതുപോലെ നിസാരനല്ല അവൻ. അവൾ പറഞ്ഞു. നീ ശുചീന്ദ്ര ക്ഷേത്രം കണ്ടിട്ടുണ്ടോ? പ്രസാദ് ചോദിച്ചു. ഇല്ല. പത്മനാഭപുരം കൊട്ടാരം കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് കാണണം. തിരിച്ചു പോകുന്ന വഴിക്കാണ് ഇത് രണ്ടും. അവ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനെക്കുറിച്ചുള്ള നിന്റെ ബഹുമാനം കൂടും. രണ്ടും കാണണം, മൈഥിലി പറഞ്ഞു. ആദ്യമുണ്ടായിരുന്നത്ര ഭയം കരയിലേക്ക് തിരിച്ചു പോരുമ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടില്ല. തിരയും അടങ്ങിയിരുന്നു. അസ്തമയം കാണാൻ മുൻപിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. കാണണോ? അയാൾ ചോദിച്ചു. വേണ്ട, അവൾ പറഞ്ഞു. ശംഖുമുഖത്തെ അസ്തമയം പോലെയേ ഉണ്ടാവൂ ഇതും. നമുക്ക് ക്ഷേത്രത്തിൽ പോകാം. വേണം. ദേവിയുടെ പ്രത്യേകം അനുഗ്രഹാശിസുകൾ വാങ്ങണമല്ലോ. നമ്മൾ അതിപ്രധാനമായ ഒരു സംരംഭം നടത്താൻ പോവുകയാണല്ലോ, അയാൾ പറഞ്ഞു. ദേവിയുടെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോഴെങ്കിലും മനസ്സിൽ നിന്ന് ചീത്ത വിചാരം കളയണം കേട്ടോ, അവൾ അയാളെ ഗുണദോഷിച്ചു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പ്രസാദ് പറഞ്ഞു. നീ ദേവിയോട് പറഞ്ഞതെന്താണെന്ന് എനിക്കറിയാം. പ്രസാദേട്ടൻ പറഞ്ഞതെന്താണെന്ന് എനിക്കുമറിയാം. ശരി, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കാര്യം എന്താണെന്ന് ചോദിക്കണ്ട. പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ പാർവതി എന്ന് പേരിടും, അയാൾ പറഞ്ഞു. ആൺകുഞ്ഞാണെങ്കിൽ ഇടാൻ എനിക്കും ഒരു പേര് കിട്ടിയിട്ടുണ്ട്,
അവൾ പറഞ്ഞു. ശിവപ്രസാദ്. അയാൾ പൊട്ടിച്ചിരിച്ചു. ശിവനും പാർവതിയും പ്രസാദിച്ചാലും ഫലമുണ്ടാകണമെന്നില്ല, അയാൾ പറഞ്ഞു. ദേവി ഇന്നും കന്യകയായിരിക്കുന്നതിൻ്റെ കഥ മൈഥിലിക്കറിയാമോ? കേട്ടിട്ടുണ്ട്, അവൾ പറഞ്ഞു. മുഹൂർത്തം പാതിരാത്രിയിലായിരുന്നു. എല്ലാം ഒരുക്കിവെച്ച് ദേവി വരനെ കാത്തിരുന്നു. സകല സന്നാഹത്തോടെയും ദേവൻ വധുവിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. വിവാഹം നടക്കാതിരിക്കാൻ ദേവേന്ദ്രൻ പൂവൻകോഴിയായി വന്ന് മറഞ്ഞിരുന്നു കൂവി. നേരം വെളുപ്പായെന്നും മുഹൂർത്തം കഴിഞ്ഞു പോയെന്നും ധരിച്ച് ദേവൻ മടങ്ങിപ്പോയി. പാവം ദേവി. നമ്മുടെ മുഹൂർത്തം തെറ്റിക്കാൻ വേഷം മാറി വല്ല പൂവൻകോഴിയും വരാതിരുന്നാൽ മതിയായിരുന്നു, പ്രസാദ് പറഞ്ഞു. നടന്ന് അവർ ഹോട്ടലിൻ്റെ മുന്നിലെത്തിയിരുന്നു. അപ്പോൾ ഒരു ചുവന്ന സ്പോർട്സ് കാർ ചീർപ്പാഞ്ഞു വന്ന് അവരുടെ അല്പം മുന്നിലായി നിന്നു. മുൻവാതിൽ തുറന്ന് നല്ല ഉയരമുള്ള ഒരു ചെറുപ്പക്കാരൻ കാറിൽ നിന്നിറങ്ങി. ജീൻസും ഷർട്ടിനു പുറമെ ലെതർ ജാക്കറ്റുമായിരുന്നു അയാളുടെ വേഷം. കറുത്ത് തിളങ്ങുന്ന താടിരോമം അയാൾ ഭംഗിയായി കത്തിരിച്ചിരുന്നു. മൈഥിലിയെ കണ്ട് അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. ഹലോ മൈഥിലി, പ്രസന്നമായ മുഖത്തോടെ അയാൾ ചോദിച്ചു. എന്നെ ഓർമ്മയുണ്ടോ? അവൾ ഒന്നും പറയാതെ അയാളെ തുറച്ചു നോക്കി നിന്നു. അയാളുടെ മുഖം എവിടെയോ കണ്ടു മറന്നതുപോലെ പ്രസാദിന് തോന്നി. ആരാണിത്? പ്രസാദ് അവളോട് ചോദിച്ചു. ആഗതൻ സൗഹൃദത്തോടെ പ്രസാദിൻ്റെ നേർക്ക് കൈനീട്ടി. അബോധത്തിലെന്ന പോലെ പ്രസാദും കൈനീട്ടി. ഞാൻ ഷറഫുദ്ദീൻ. അയാൾ പ്രസാദിൻ്റെ കൈ പിടിച്ചു കുലുക്കി. അധ്യായം 18. മൈഥിലിയുടെ ട്രഷർ ചെസ്റ്റിലെ ഫയലിൽ കണ്ട ചിത്രം പെട്ടെന്ന് പ്രസാദിന് ഓർമ്മ വന്നു. താടി വളർത്തിയിട്ടില്ലാത്ത ഷറഫുദ്ദീൻ്റെ ചിത്രമായിരുന്നു അത്. പ്രസാദ് അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. സൗമ്യവും കുലീനവുമായ ഭാവം, തീക്ഷ്ണമായ കണ്ണുകൾ. ഹസ്ബൻഡാണ് അല്ലേ? അയാൾ മൈഥിലിയോട് ചോദിച്ചു. അതേയെന്ന് അവൾ തലയാട്ടി. ഞങ്ങൾ പരിചയക്കാരാണ്, അയാൾ പ്രസാദിനോട് പറഞ്ഞു. മൈഥിലിയുടെ മാര്യേജ് കഴിഞ്ഞ വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. കുറേ നാളായി കൽക്കട്ടയിലാണ്. യുവർ ഗുഡ് നെയിം? ജയപ്രസാദ്. എവിടെയാണ് വീട്? തിരുവനന്തപുരം. ഓ, ഞാൻ കുറച്ച് ദിവസം തിരുവനന്തപുരത്തുണ്ടാവും. തീർച്ചയായും കാണണം. പോകട്ടെ, ഞാൻ നിങ്ങളുടെ സമയം അപഹരിക്കുന്നില്ല. സിയു. ഷറഫുദ്ദീൻ്റെ കാർ തുറന്ന് അപ്പോൾ ഒരു യുവതി പുറത്തേക്കിറങ്ങി. സാരിയും സ്ലീവ്ലെസ് ബ്ലൗസും ധരിച്ച ഒരു പെണ്ണ്. അവൾ വലിയ സൺഗ്ലാസ് ധരിച്ചിരുന്നു. അത് സെലീന ജോസഫായിരുന്നു. സെലീന അവരെ കണ്ടെങ്കിലും കണ്ട ഭാവം നടിച്ചില്ല. ഷറഫുദ്ദീനോടൊപ്പം അവൾ ഹോട്ടലിലേക്ക് കയറിപ്പോയി. പ്രസാദ് മൈഥിലിയെ നോക്കി. സന്തോഷമാകെ നഷ്ടപ്പെട്ട് വിളറിയ മുഖവുമായി നിൽക്കുകയായിരുന്നു അവൾ. അവർ ഇരുവരും മുറിയിലേക്ക് പോയി. അവൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണ് ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? പ്രസാദ് ചോദിച്ചു. മനസ്സിലായി എന്ന് അവൾ തലകുലുക്കി. ഇതുവരെ കേട്ടതെല്ലാം കെട്ടുകഥയാണെന്ന് വിചാരിക്കാമായിരുന്നു. പക്ഷേ കൺമുന്നിൽ കണ്ട കാര്യം വിശ്വസിക്കാതിരിക്കുന്നതെങ്ങനെ? അയാൾ സ്വയം എന്ന പോലെ പറഞ്ഞു. മൈഥിലി ഒന്നും പറഞ്ഞില്ല. അവൻ കുറേ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടാവുമത്രേ. അപ്പോൾ കാണണമെന്ന് വെറുപ്പോടെ അയാൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് ആരെല്ലാം വരുന്നു, തങ്ങുന്നു? അതുപോലെയല്ലേയുള്ളൂ. നമ്മൾ ആരെയും കാണാൻ പോകുന്നില്ല, മൈഥിലി പറഞ്ഞു. വീടന്വേഷിച്ചു പിടിച്ച് വന്നെങ്കിലോ? പടിക്ക് പുറത്തു നിൽക്കും, അകത്ത് കടക്കില്ല, അവൾ പറഞ്ഞു. പ്രസാദ് എഴുന്നേറ്റ് ജനാലയുടെ അടുത്തേക്ക് ചെന്നു. സന്ധ്യ ആയിരിക്കുന്നു. അസ്തമയം കണ്ടുകഴിഞ്ഞ് ആളുകൾ മടങ്ങിയിരിക്കുന്നു. കടലിലെ സ്മാരകത്തിൽ ദീപങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. ആ സിഗരറ്റും എടുക്കൂ, അയാൾ പറഞ്ഞു. മൈഥിലി സിഗരറ്റ് എടുത്തു കൊടുത്തു. അയാൾ അത് കത്തിച്ച് പുക ഉള്ളിലേക്കെടുത്തു. നാളെ രാവിലെ നമുക്ക് തിരിച്ചു പോകണം, അയാൾ പറഞ്ഞു. മൈഥിലി അയാളുടെ അടുത്ത് ചെന്ന് നിന്നു. അവളും പുറത്തേക്ക് നോക്കി. കടൽ കാണാൻ വയ്യ, ഇരുട്ട് പരന്നിരിക്കുന്നു. കാറ്റിൽ പക്ഷേ കടലിൻ്റെ മണമുണ്ടായിരുന്നു. പ്രസാദേട്ടന് എന്താണൊരു വല്ലായ്മ, അവൾ ചോദിച്ചു. എനിക്കൊന്നുമില്ല. പിന്നെന്താ മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? അയാൾ ഇവിടെ വന്നതുകൊണ്ട് നമുക്കെന്താ? അനേകം ടൂറിസ്റ്റുകളെപ്പോലെ അയാളും ഒരാൾ. നമുക്ക് നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമുക്കെന്താ? നമുക്കൊന്നുമില്ല, അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. വാതിലടച്ച് കുറ്റിയിട്ടിട്ട് മൈഥിലി അയാളുടെ അടുത്ത് വന്നിരുന്നു. സെലീന അന്ന് മദ്രാസിൽ പോയത് അവനെ കാണാനായിരുന്നിരിക്കണം, പ്രസാദ് പറഞ്ഞു. ഇത്രയും നാൾ എല്ലാവരുടെയും മുന്നിൽ നല്ല പിള്ള ചമഞ്ഞിട്ട് പുരുഷവിദ്വേഷി, ഹോമോ. ചി. മൈഥിലി ഒരഭിപ്രായവും പറഞ്ഞില്ല. അനേകം കാമുകിമാരുള്ള ഒരുത്തനെ ഏതെങ്കിലും പെണ്ണ് ഇഷ്ടപ്പെടുമോ? പ്രസാദ് ചോദിച്ചു. വേശ്യയുടെ അടുത്ത് പോകുന്ന പുരുഷന്മാരുണ്ടല്ലോ, അവൾ പറഞ്ഞു. അതുപോലെയല്ലേ ഉള്ളൂ ഇതും. ശാരീരിക ആവശ്യം, അയാൾ ചോദിച്ചു. ചിലപ്പോൾ അതായിരിക്കാം. കഴുത്തിൽ കിടന്നിരുന്ന ശംഖുമാലകൾ അപ്പോഴാണ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മാലകൾ ഊരിയെടുത്ത് അവൾ പരിശോധിച്ചു. ഈ കൊച്ചു ശംഖുകൾക്കുള്ളിൽ ഓരോന്നിലും ഒരിക്കലൊരു ജീവി പാർത്തിരുന്നല്ലോ എന്നോർത്ത് അവൾ അത്ഭുതപ്പെട്ടു. മണി 8 നമുക്കെന്തെങ്കിലും കഴിക്കണ്ടേ? മൈഥിലി അയാളെ ഓർമ്മിപ്പിച്ചു. വിശപ്പ് തോന്നുന്നില്ല, എങ്കിലും ആ ചടങ്ങ് നിർവഹിച്ചേക്കാം. എന്താ?
ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞാലോ? അവൾ ചോദിച്ചു. വേണ്ട, ഡൈനിങ് ഹാളിലേക്ക് പോകാം. ആവശ്യമില്ലാത്ത കണ്ടുമുട്ടലുകൾ ഒഴിവാക്കുന്നതല്ലേ നല്ലത്? അവൾ ചോദിച്ചു. എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അയാൾ പറഞ്ഞു. മൈഥിലിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ടാണ് അയാൾ സ്റ്റെയർകേസ് ഇറങ്ങിയത്. ഇവൾ എൻ്റെ ഭാര്യ, എൻ്റെ മാത്രം പെണ്ണ്. ഡൈനിങ് ഹാളിൽ അവരൽപ്പം നേരത്തെയായിരുന്നു. 1-2 മേശയിലൊഴിച്ച് മറ്റൊന്നിലും ആളുണ്ടായിരുന്നില്ല. വലിയ ഹാളായിരുന്നു അത്. വൃത്താകൃതിയിലുള്ള ചെറിയ മേശകൾ, അവയ്ക്കു ചുറ്റും 4 കസേരകൾ വീതം, 25-30 മേശകൾ. ഒഴിഞ്ഞ കോണിലുള്ള മേശയ്ക്കിരുവശത്തുമായി പ്രസാദും മൈഥിലിയും ഇരുന്നു. വെയിറ്റർ വന്ന് ഭക്ഷണത്തിനുള്ള ഓർഡർ വാങ്ങിക്കൊണ്ട് പോയപ്പോഴാണ് മൈഥിലി അക്കാര്യം ഓർത്തത്. പോരുമ്പോൾ നമ്മൾ മുറി പൂട്ടിയിരുന്നോ? അവൾ ചോദിച്ചു. ഓ ഇല്ല, മറന്നു. പ്രസാദ് പെട്ടെന്ന് എഴുന്നേറ്റു. സാരമില്ല, വല്ലതും കഴിച്ചിട്ട് നമുക്ക് വേഗം പോകാം, അവൾ പറഞ്ഞു. രൂപ സൂട്ട്കേസിലാണ്, അതും പൂട്ടിയിട്ടില്ല. മേശപ്പുറത്ത് ക്യാമറയും കാറിൻ്റെ കീയുമുണ്ട്. ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. പ്രസാദ് ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തിറങ്ങി 3-ാം നിലയിലുള്ള മുറിയിലേക്ക് പോയി. ഞാൻ കൂടി വരാം, മൈഥിലി പറഞ്ഞതാണ്. വേണ്ട, മൈഥിലി ഇരിക്ക്, ഞാൻ ഉടൻ വന്നേക്കാം എന്നാണ് അയാൾ പറഞ്ഞത്. അവൾ അയാൾ വരുന്നതും കാത്ത് തനിച്ചിരുന്നു. 3-ാമത്തെ നിലയിൽ 315-ാം നമ്പർ മുറിയായിരുന്നു പ്രസാദിൻ്റേത്. അറ്റത്തുള്ള മുറി. അയാൾ ചെന്നപ്പോൾ ഒരു മധ്യവയസ്കൻ വേച്ചുവേച്ച് ആ മുറിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അയാൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പ്രസാദ് ചെന്നപ്പോഴേക്കും അയാൾ മുറി തുറന്ന് അകത്ത് കടന്നിരുന്നു. പ്രസാദ് അയാളുടെ കയ്യിൽ കടന്നു പിടിച്ചു. നിങ്ങൾ എന്താണിവിടെ ചെയ്യുന്നത്? അയാൾ മാന്യമായി വസ്ത്രധാരണം ചെയ്തിരുന്നു. കള്ളനാണെന്ന് തോന്നിയില്ല. അതുകൊണ്ട് പ്രസാദ് പറഞ്ഞു. പുറത്തു കിടക്ക്, ഇതെൻ്റെ മുറിയാണ്. ഹൂ ആർ യു ടു ക്വസ്റ്റ്യൻ മീ? ദിസ് ഇസ് മൈ റൂം, ഗെറ്റ് ഔട്ട്. അയാൾ കൈയെടുത്ത് പ്രസാദിനെ തള്ളിമാറ്റി. മദ്യപിച്ച് ലക്ക് കെട്ടിരുന്നെങ്കിലും അയാൾക്ക് നല്ല ബലമുണ്ടായിരുന്നു. പ്രസാദ് എത്ര ശ്രമിച്ചിട്ടും അയാളെ മുറിയിൽ നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞില്ല. അയാൾ കുതിറി മാറിയിട്ട് ശബ്ദമുയർത്തി. മിസ്റ്റർ, ദിസ് ഇസ് മൈ റൂം. യു ആർ എൻക്രോച്ചിങ്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ പ്ലേസ്. പ്രസാദ് ഒരു വിധത്തിൽ അയാളെ പിടിച്ചു പുറത്താക്കി. പിടിച്ചു മാറ്റുന്നതിനിടയ്ക്ക് അയാൾ വരാന്തയിൽ മുട്ടുകുത്തി വീണു. എങ്കിലും പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേറ്റ് കോപത്തോടെ അവിടേക്ക് വന്നു. സർ, എന്താണ് പ്രോബ്ലം? ഈ കുടിയൻ എൻ്റെ മുറിയിൽ കയറി ശല്യമുണ്ടാക്കുകയാണ്. ഇത് അയാളുടെ മുറിയാണത്രേ. റൂം ബോയ്സ് പെട്ടെന്ന് മദ്യപനെ തിരിച്ചറിഞ്ഞു. വരണം മേനോൻ സാർ, താങ്കളുടെ മുറി മുകളിലാണ്, 415. ഇത് 315ആണ്. അവർ അയാളെ ഇരുവശത്തു നിന്നും പിടിച്ച് നടത്തിക്കൊണ്ടുപോയി. പ്രസാദ് മുറി പൂട്ടി താക്കോലുമായി വേഗം താഴേക്ക് ചെന്നു. ഡൈനിങ് ഹാളിൻ്റെ വാതിൽ കടന്നപ്പോൾ അയാൾ പെട്ടെന്ന് നിന്നുപോയി. മൈഥിലിയുടെ എതിർവശത്തുള്ള സീറ്റിലിരുന്ന് ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ഷറഫുദ്ദീനാണെന്ന് പ്രസാദിന് പെട്ടെന്ന് മനസ്സിലായി. ഷറഫുദ്ദീൻ പുറംതിരിഞ്ഞിരിക്കുകയായിരുന്നു. എവിടെയായിരുന്നു പ്രസാദേട്ടൻ ഇതുവരെ? അയാൾ ചെന്നപ്പോൾ എഴുന്നേറ്റ് അക്ഷമയായി അവൾ ചോദിച്ചു. പ്രസാദ് ഒന്നും പറഞ്ഞില്ല. മിസ്റ്റർ ജയപ്രസാദ് ഇരിക്കൂ. മൈഥിലി ഇവിടെ തനിച്ചിരിക്കുന്നത് കണ്ട് ഐ വാസ് ഗിവിംഗ് ഹർ കമ്പനി. സുന്ദരിയായ ഭാര്യയെ തനിച്ചാക്കിയിട്ട് എങ്ങും പോകരുത്, അപകടമാണ്. പാതി കളിയായും പാതി കാര്യമായും ഷറഫുദ്ദീൻ പറഞ്ഞു. എന്തപകടം? തീരെ മയമില്ലാത്ത സ്വരത്തിലാണ് പ്രസാദ് ചോദിച്ചത്. തട്ടിക്കൊണ്ടു പോകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം തോന്നിയാലോ? അത്ര ധൈര്യമുള്ളവർ കാണുമോ? കാണില്ലെന്ന് വിചാരിക്കരുത്. ഷറഫുദ്ദീൻ എഴുന്നേറ്റു. പ്രസാദ് നിൽക്കുകയായിരുന്നു. തനിച്ചിരിക്കുന്ന ഏതു പെണ്ണിനും താൻ കമ്പനി കൊടുക്കുമോ? പ്രസാദ് ചോദിച്ചു. പ്രസാദിൻ്റെ സ്വരത്തിലെ ദുസൂചന ഷറഫുദ്ദീന് മനസ്സിലായി. എന്നൊന്നുമില്ല, അയാൾ പറഞ്ഞു. പിന്നെ? മൈഥിലിയെ എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ്. ഓഹോ, അപ്പോൾ പരിചയമുള്ളവർക്കേ കൊടുക്കൂ, പരിഹാസത്തോടെ പ്രസാദ് ചോദിച്ചു. ഇരുവരും അന്യോന്യം ഇടഞ്ഞു സംസാരിക്കുന്നത് സംഭ്രമത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു മൈഥിലി. ഒന്ന് ക്ഷമിക്കൂ പ്രസാദേട്ട എന്ന ഭാവത്തിൽ അവൾ ഭർത്താവിനെ ദയനീയമായി നോക്കി. നിങ്ങൾ ക്ഷോഭിക്കാൻ പറഞ്ഞതല്ല. ഇത് സ്ഥലം മോശമാണ്. ഒറ്റയ്ക്ക് ഒരു പെണ്ണിരിക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ പിറ്റേ ദിവസം അവൾ കടലിൽ ഒഴുകി നടക്കുന്നതാവും കാണേണ്ടി വരിക. കസേര ശബ്ദത്തോടെ പിന്നിലേക്ക് നീക്കിയിട്ട് ഷറഫുദ്ദീൻ പ്രസാദിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. പിന്നെ തനിച്ചിരിക്കുന്ന ഏതു പെണ്ണിനും കമ്പനി കൊടുക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. പ്രസാദിൻ്റെ മുഖത്തിന് നേരെ മുഖമടുപ്പിച്ച് ഷറഫുദ്ദീൻ പറഞ്ഞു. കൊടുക്കും. പെണ്ണ് ചെറുപ്പവും എൻ്റെ സൗന്ദര്യബോധം അനുവദിക്കുകയും ചെയ്യുമെങ്കിൽ. അതിൽ സംശയമൊന്നും വേണ്ട. ഗുഡ് നൈറ്റ്. ഷറഫുദ്ദീൻ ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. വെയിറ്റർ അപ്പോൾ ട്രേയിൽ ഭക്ഷണവുമായി വന്നു. പ്രസാദ് കസേര നീക്കിയിട്ടിരുന്നു. വെയിറ്റർ പ്ലേറ്റുകൾ നിരത്തിയിട്ട് പോകും വരെ ആരുമൊന്നും സംസാരിച്ചില്ല. എന്തായിരുന്നു അവൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രസാദ് അവളോട് ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ ഓരോ. നീ ചിരിച്ചു കുഴയുന്നത് കണ്ടല്ലോ. പ്രസാദേട്ടാ, സത്യദോഷം പറയരുത്. ഞാൻ ചിരിച്ചു കുഴയുന്നത് കണ്ടോ?
പ്രസാദേട്ടൻ പോയി അല്പം കഴിഞ്ഞപ്പോൾ കറുത്തു തടിച്ച 2 തമിഴന്മാർ എൻ്റെ അപ്പുറവും ഇപ്പുറവും വന്നിരുന്ന് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. എനിക്ക് പേടിയായി. ഞാൻ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ഷറഫുദ്ദീൻ വന്നത്. എന്നെ കണ്ടപ്പോൾ ഷറഫുദ്ദീൻ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. അപ്പോഴാണ് ആ തമിഴന്മാർ എഴുന്നേറ്റ് പോയത്. ഇത്രയുമാണ് സംഭവിച്ചത്. പ്രസാദ് ഒന്ന് മൂളി. അവൻ പറഞ്ഞത് കേട്ടോ, നിന്നെ കണ്ടിട്ട് തട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹം തോന്നുന്നെന്ന്. എന്താ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നുണ്ടോ? പ്രസാദേട്ടാ, അവൾ അസഹ്യതയോടെ വിളിച്ചു. അയാൾ പിന്നെയൊന്നും പറഞ്ഞില്ല. ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി കൂട്ടിയിട്ട് അവർ എഴുന്നേറ്റു. 2 പേരുടെയും വിശപ്പ് നഷ്ടപ്പെട്ടിരുന്നു. മുറിയിൽ വന്ന ശേഷം ജനാലയരികിലേക്ക് കസേര നീക്കിയിട്ട് പുറത്തേക്ക് നോക്കി പ്രസാദിരുന്നു. അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. നിലാവ് തെളിഞ്ഞിരുന്നു. കടലിൻ്റെ മീതെ നിലാവ് വീണ് തിളങ്ങിയിരുന്നു. മുഴുതിങ്കൾ മാനത്തേക്ക് ഉയർന്നു തുടങ്ങിയിരുന്നു. മൈഥിലി ഒരു നൈറ്റ് ഗൗണിലേക്ക് വേഷം മാറി. മുടി വിതിർത്തിട്ട് തുമ്പ് മാത്രം ബന്ധിച്ചു. കടൽക്കരയിൽ നിന്ന് വാങ്ങിയ മുല്ലമാല അവൾ മുടിയിൽ തിരികെ വെച്ചു. പ്രസാദേട്ടാ, അവൾ അയാളുടെ പിന്നിൽ ചെന്ന് നിന്ന് വിളിച്ചു. അയാൾ തിരിഞ്ഞു നോക്കാതെ മൂളി. അയാളുടെ കസേരയുടെ പിന്നിൽ ശരീരം അമർത്തി അവൾ കടലിലേക്ക് നോക്കി നിന്നു. അയാൾ കഴുത്ത് പിന്നിലേക്ക് വളച്ച് മുഖമുയർത്തി അവളെ നോക്കി. പ്രസാദേട്ടാ, എന്താണൊരു മൂഡ് ഓഫ് പോലെ? അതെല്ലാം മറന്നുകളയോ? അവൾ പറഞ്ഞു. അയാൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്തിനാണ് നമ്മൾ ഇവിടെ വന്നതെന്ന കാര്യം മറന്നുപോയോ? മൈഥിലി ചോദിച്ചു. അയാൾ എഴുന്നേറ്റ് അവളുടെ 2 കണ്ണിലും പിന്നെ ചുണ്ടിലും ചുംബിച്ചു. അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ മറന്നില്ല. ആ ലൈറ്റ് അണച്ചേക്കൂ. നമുക്ക് നിലാവിൻ്റെ വെളിച്ചം മാത്രം മതി, അയാൾ പറഞ്ഞു. മൈഥിലി ലൈറ്റ് അണച്ചിട്ട് അയാളുടെ കയ്യിലേക്ക് ചെന്ന് വീണു. പെട്ടെന്നാണ് മുറിയിലെ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങിയത്. ഇരുവരും അല്പം കാത്തു. ബെല്ലടി നിലയ്ക്കുന്നില്ല. അയാൾ അവളെ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ചെന്ന് റിസീവർ എടുത്തു. ഹലോ. മറുതലക്കിൽ നിന്ന് ഒരു പുരുഷസ്വരം പ്രസാദ് കേട്ടു. ഹലോ, ദിസ് ഈസ് റൂം നമ്പർ 315. ഈർഷ്യയോടെ പ്രസാദ് പറഞ്ഞു. അപ്പുറത്ത് നിശബ്ദത. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? പ്രസാദ് ചോദിച്ചു. സോറി. അപ്പുറത്ത് റിസീവർ വയ്ക്കപ്പെട്ടു. പ്രസാദ് നിന്ന് ജ്വലിച്ചു. ബാസ്റ്റാർഡ്, അവനെ ഞാൻ. പ്രസാദേട്ടാ, ആരാണ് വിളിച്ചത്? ഭയത്തോടെ മൈഥിലി ചോദിച്ചു. അവനായിരിക്കണം. വേറെ ആരാവാനാണ്? ഞാനാണ് ഫോണെടുത്തതെന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്നവൻ വച്ചുകളഞ്ഞു. മൈഥിലി പെട്ടെന്ന് ലൈറ്റിട്ടു. പ്രസാദിൻ്റെ മുഖം വിളറി വെളുത്തിരുന്നു. അവനോട് ഇപ്പം തന്നെ ചോദിച്ചിട്ടേയുള്ളൂ ബാക്കി കാര്യം. അവൻ ആരാന്നാ അവൻ്റെ വിചാരം? ബാസ്റ്റാർഡ്. പ്രസാദ് വേഗം ചെന്ന് വാതിലിൻ്റെ കുറ്റിയെടുത്തു. മൈഥിലി അയാളുടെ കയ്യിൽ കടന്നു പിടിച്ചു. ഒന്നടങ്ങ് പ്രസാദേട്ടാ. ആരോ ഫോൺ ചെയ്തെന്ന് വിചാരിച്ച് അത് ഷറഫുദ്ദീൻ ആവണമെന്നുണ്ടോ? ചോദിക്കണമെങ്കിൽ തന്നെ അത് ഈ രാത്രിയിൽ തന്നെ വേണോ? എൻ്റെ അടുത്ത് ആളാകാൻ ഞാനവനെ സമ്മതിക്കത്തില്ല, അയാൾ ശബ്ദമുയർത്തി. പ്രസാദേട്ടൻ വെറുതെ സംശയിക്കുക, അവൾ പറഞ്ഞു. സംശയം? നീ അവൻ്റെ സൈഡ് പറയുകയാണോ? മൈഥിലി പിന്നൊന്നും പറഞ്ഞില്ല. പ്രസാദ് ഒന്നടങ്ങി. അയാൾ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അയാൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അത് നോക്കി മടക്കി വെച്ച കാൽമുട്ടുകളിൽ മുഖമമർത്തി അവൾ കിടക്കയിലിരുന്നു. പൂർണ്ണചന്ദ്രൻ തൻ്റെ സകല തേജസ്സോടും കൂടി പ്രകാശിക്കാൻ തുടങ്ങി. ഭൂമി ഒരു സ്വപ്നത്തിലെന്ന പോലെ മയങ്ങിക്കിടന്നു. സാഗരം വികാരപരവശയെപ്പോലെ ഇളകിമറിഞ്ഞു. പ്രസാദും മൈഥിലിയും ഒന്നും അറിഞ്ഞതേയില്ല. അവരുടെ ആ കറുത്ത രാത്രിയിലേക്ക് കൈത്തിരിയുമായി ഒരു കുഞ്ഞു പാർവതിയോ ഒരു കുഞ്ഞു ശിവപ്രസാദോ കടന്നു വന്നില്ല. പ്രഭാതത്തിൽ മൈഥിലി ഉണർന്നപ്പോൾ കിടക്കയിൽ പ്രസാദ് ഉണ്ടായിരുന്നില്ല. ടോയ്ലറ്റിൽ പോയതാവുമെന്ന് വിചാരിച്ച് അവൾ അല്പം കൂടി കാത്തു. മൈഥിലി എഴുന്നേറ്റ് ജനാലയുടെ അടുത്തേക്ക് ചെന്നു. സൂര്യൻ ഉദിച്ചിരുന്നില്ല. എങ്കിലും പ്രകാശമുണ്ടായിരുന്നു. കടൽക്കര വിജനമായിരുന്നു. വെള്ള ഷർട്ടും ഷോർട്ട്സും ധരിച്ച ഒരാൾ കടൽക്കരയിലൂടെ മെല്ലെ ഓടി വരുന്നത് പെട്ടെന്ന് അവളുടെ കണ്ണിൽപ്പെട്ടു. അത് ഷറഫുദ്ദീനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. രാവിലെയുള്ള വ്യായാമത്തിൻ്റെ ഭാഗമാവണം. നോക്കി നിൽക്കുന്നത് കണ്ടാൽ മതി പ്രസാദ് തെറ്റിദ്ധരിച്ചേക്കുമെന്ന് ഭയന്ന് പിന്തിരിയുവാൻ തുടങ്ങുകയായിരുന്നു അവൾ. അപ്പോഴാണ് ഒരാൾ ഷറഫുദ്ദീൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും ഇരുവരും കെട്ടിമറിഞ്ഞ് വീഴുന്നതും എതിരാളികളെപ്പോലെ അന്യോന്യം കൈയേറുന്നതും അവൾ കണ്ടത്. ദൂരെ കാഴ്ചയായിരുന്നെങ്കിലും അത് പ്രസാദാണെന്ന് നടുക്കത്തോടെ അവൾ തിരിച്ചറിഞ്ഞു. 3-ാം നിലയിൽ നിന്ന് മൈഥിലി താഴേക്ക് ഇറങ്ങിയോടി. മൈഥിലി ചെന്നപ്പോഴേക്കും ഇരുവരെയും ആളുകൾ പിടിച്ചു മാറ്റിയിരുന്നു. പിടിവിടുവിച്ച് ഷറഫുദ്ദീൻ്റെ അടുത്തേക്ക് കുതിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു പ്രസാദ്. ദേഹത്ത് പറ്റിപ്പിടിച്ച മണൽത്തരികൾ തട്ടിക്കളയുകയായിരുന്നു ഷറഫുദ്ദീൻ. അയാളുടെ ഇടത് കണ്ണ് ചുവന്നു കലങ്ങിയിരുന്നു. കീഴ്ത്താടിയിലെ ചെറിയ മുറിവിൽ ചോര പൊടിച്ചിരുന്നു. എന്നിട്ടും അക്ഷോഭ്യനായി നിൽക്കുകയായിരുന്നു അയാൾ. പ്രസാദേട്ടാ, എന്താണ് ചെയ്തത്? കൊച്ചുകുട്ടികളെപ്പോലെ. വരൂ, നമുക്ക് പോകാം. അവൾ പ്രസാദിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. പ്രസാദ് അവളെ തള്ളിമാറ്റി. ഇല്ല,
ഇവനെ ഞാൻ വെറുതെ വിടത്തില്ല. അവൻ്റെ കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. പെണ്ണു പിടിക്കണമെങ്കിൽ അവൻ വേറെ സ്ഥലം നോക്കട്ടെ. പ്രസാദ് നിന്ന് വിറച്ചു. വാ, നമുക്ക് പോകാം. മൈഥിലി അയാളെ പിടിച്ചു വലിച്ചു. കോപം കൊണ്ട് കത്തുന്ന ഒരു നോട്ടം ഷറഫുദ്ദീൻ്റെ നേരെ എറിഞ്ഞിട്ട് അവൾ പ്രസാദിനെ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി. പോകാം, എല്ലാം വേഗം പാക്ക് ചെയ്യ. മുറിയിൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു. പ്രസാദേട്ടൻ എന്തു വിവരക്കേടായി കാണിച്ചത്? ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് തെരുവ് പിള്ളാരെ പോലെ. മോശമായിപ്പോയി. ഒരക്ഷരം നീ ഇനി മിണ്ടരുത്. ചീറിക്കൊണ്ട് അയാൾ കൈയോങ്ങി. അവൾ ഭയന്ന് പിന്നോട്ട് മാറി. അധ്യായം 19. കന്യാകുമാരിയിൽ നിന്നുള്ള മടക്കയാത്ര ദീർഘവും വിരസവുമായിരുന്നു. തിരുവനന്തപുരത്ത് എത്തും വരെ പ്രസാദും മൈഥിലിയും ഒന്നും സംസാരിച്ചതേയില്ല. അപ്പോൾ തന്നെ അവർ ഹോട്ടൽ വിട്ടു. ഒരു നിമിഷം പോലും അവിടെ തങ്ങുവാൻ മൈഥിലിയും ആഗ്രഹിച്ചില്ല. അവർ പോരുമ്പോൾ ഹോട്ടലിൻ്റെ വിശാലമായ ലോബിയുടെ ഒരു കോണിലുണ്ടായിരുന്ന സോഫയിൽ ഷറഫുദ്ദീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. മൈഥിലി മാത്രമേ അയാളെ കണ്ടുള്ളൂ. അവരെ കണ്ട് അയാൾ എഴുന്നേറ്റു. പ്രസാദിന് പിന്നാലെ അവളും കാറിൽ കയറി. അടുത്ത് ചുവന്ന സ്പോർട്സ് കാർ കിടപ്പുണ്ടായിരുന്നു. കാർ മുന്നോട്ട് നീങ്ങുമ്പോഴും ഷറഫുദ്ദീൻ അവരെ നോക്കി വാതിലിനടുത്ത് നിൽക്കുന്നത് കൺകോണിലൂടെ മൈഥിലി കണ്ടു. അങ്ങോട്ട് പോകുമ്പോൾ എന്തൊരു ഉത്സാഹമായിരുന്നു! എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു! ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സിറ്റിയിലെത്തിയപ്പോൾ നിരത്തുവെക്കിൽ കാർ നിർത്തിയിട്ട് പ്രസാദ് ഇറങ്ങി. ഇപ്പോൾ വരാം. പെട്ടെന്ന് തന്നെ അയാൾ മടങ്ങിവന്നു. അപ്പോൾ കയ്യിൽ ഒരു നീണ്ട പൊതിയുണ്ടായിരുന്നു. പത്രക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ ആ പാക്കറ്റിൻ്റെ ആകൃതി കണ്ടപ്പോൾ അത് ഒരു കുപ്പി മദ്യമാണെന്ന് മൈഥിലിക്ക് മനസ്സിലായി. എന്താ ഇത്? എന്നിട്ടും അവൾ ചോദിച്ചു. വിസ്കി. അയാൾ നിസ്സാരം മട്ടിൽ പറഞ്ഞു. എന്തിനാണിത്? കുടിക്കാൻ. വേറെ വല്ലതിനുമാണെന്ന് വിചാരിച്ചോ? പ്രസാദ് പരിഹസിച്ചു. ആർക്കു കുടിക്കാൻ? വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായില്ല. നന്ദാവനത്ത് ശ്രീമാൻ ഗോപാലകൃഷ്ണന് കൊണ്ടുചെന്ന് കൊടുക്കാനാണെന്ന് നീ വിചാരിച്ചോ? പ്രസാദേട്ടൻ കുടിക്കുമോ? അങ്ങനെയും ഒരു ദുശീലമുണ്ട് എനിക്ക്, അയാൾ പറഞ്ഞു. മൈഥിലി പിന്നെയൊന്നും പറഞ്ഞില്ല. അവളുടെ അച്ഛൻ പതിവായി മദ്യപിക്കുമായിരുന്നു. മിതമായി മാത്രം. ആരും അറിയുകയേയില്ല. പ്രസാദ് അല്പം കുടിക്കുന്നതിൽ അവൾക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. മാനസോല്ലാസത്തിന് വല്ലപ്പോഴും അല്പമാകാം. പക്ഷേ മനസ്സ് വിഷമിക്കുമ്പോഴൊക്കെ മദ്യം വേണമെന്ന് തോന്നാതിരുന്നാൽ മതിയായിരുന്നു. വീട്ടിലെത്തി വസ്ത്രം മാറിക്കഴിഞ്ഞപ്പോൾ പ്രസാദ് വിസ്കി കുപ്പിയുമായി കിടപ്പുമുറിയിലേക്ക് പോയി. ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് കട്ടകളും ഒരു ഗ്ലാസും അവൾ അയാളുടെ അടുത്ത് കൊണ്ടുചെന്നു വെച്ചു. അത് കണ്ട് അയാൾ അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. തിന്നാൻ എന്തെങ്കിലും? അവൾ ചോദിച്ചു. വേണ്ട. അയാൾ കുപ്പി തുറന്ന് കുറച്ച് വിസ്കി ഗ്ലാസ്സിലേക്ക് പകർന്നു. ഗ്ലാസ്സിലേക്ക് 2 കഷ്ണം ഐസ് എടുത്തിട്ട് അയാൾ അവളെ നോക്കി. പിന്നെ അവൾ അവിടെ നിന്നില്ല. അവൾ അടുക്കളയിലേക്ക് ചെന്ന് ഊണൊരുക്കാൻ ആരംഭിച്ചു. ഉച്ചയാകുവാൻ പിന്നെയും സമയമുണ്ടായിരുന്നു. മൈഥിലി കിടപ്പുമുറിയിലേക്ക് പോയതേയില്ല. ഇഷ്ടം പോലെ കുടിക്കട്ടെ. എന്താണ് രീതിയെന്ന് അറിയാനുള്ള ആദ്യത്തെ അവസരമാണിത്. 1 മണിക്ക് മുൻപേ ഊണ് തയ്യാറായി. അവൾ പ്രസാദിൻ്റെ അടുത്തേക്ക് ചെന്നു. ഒരൊറ്റ മുണ്ടുടുത്തുകൊണ്ട് അയാൾ കിടക്കയിൽ കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു. വിരലുകൾക്കിടയിൽ സിഗരറ്റ് പുകയുന്നുണ്ടായിരുന്നു. കുപ്പിയിലെ വിസ്കി അധികം തീർന്നിരുന്നില്ല. ഏറിയാൽ 2-3 പെഗ്. പ്രസാദേട്ടാ, അവൾ മൃദുവായി വിളിച്ചു. അയാൾ കണ്ണു തുറന്നു നോക്കി. ഊണ് കഴിക്കണ്ടേ? വേണ്ട. എന്താ? വിശപ്പില്ല, അയാൾ പറഞ്ഞു. അത് നുണ. ഈ തീ ഊരി കുടിച്ചാൽ വയറു താനേ എരിയുമല്ലോ. അവൾ അയാളുടെ വയറിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. വരൂന്നേ. മൈഥിലി നിർബന്ധിച്ചപ്പോൾ അയാൾ എഴുന്നേറ്റു. ഡൈനിങ് ടേബിളിലേക്ക് അയാൾ വന്നപ്പോഴേക്കും അവൾ എല്ലാം ഒരുക്കി വെച്ചു. അയാൾ ഊണ് പകുതിയായപ്പോഴാണ് ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങിയത്. അയാൾ പെട്ടെന്ന് ജാഗരൂകനായി. ഞാനെടുക്കാം, അവൾ പറഞ്ഞു. വേണ്ട. കൈ കുടഞ്ഞുകൊണ്ട് പ്രസാദ് എഴുന്നേറ്റു. പ്രസാദ് സ്വീകരണ മുറിയിലേക്ക് ചെന്ന് ഫോണിൻ്റെ റിസീവർ എടുത്തു. അയാൾ റിസീവർ ചെവിയിലേക്ക് അമർത്തി. ഒന്നും പറയാതെ ജാഗ്രതയോടെ കാത്തു. ഹലോ. ഒടുവിൽ ഒരു ശബ്ദം വന്നു. പുരുഷ ശബ്ദമായിരുന്നു അത്. പ്രസാദ് ഒന്നും പറഞ്ഞില്ല. ഈസ് ഇറ്റ് 76553? ശബ്ദം വീണ്ടും ചോദിച്ചു. നോ, ദിസ് ഈസ്. പ്രസാദ് പറയാൻ തുടങ്ങി. സോറി, റോങ് നമ്പർ. മറുതലയ്ക്കൽ റിസീവർ വയ്ക്കപ്പെട്ടു. ആരായിരുന്നു അത്? തിരിച്ച് ഊണുമുറിയിലേക്ക് പ്രസാദ് വന്നപ്പോൾ മൈഥിലി ചോദിച്ചു. നിന്റെ മറ്റവൻ. അയാൾ ഗർജിച്ചു. പ്രസാദേട്ടാ, എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയത് നിനക്ക് സൗകര്യമായല്ലോ. അവനിനി എപ്പോൾ വേണമെങ്കിലും ഫോണിൽ സംസാരിക്കാം. എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വന്ന് കാണാം. അമ്മ മദ്രാസിലേക്ക് പോയതും സൗകര്യം. വീട്ടിൽ വേറെയാരുമില്ലാത്തത് അതിലും സൗകര്യം. അയാൾ എന്തൊക്കെയോ പുലമ്പി. പ്രസാദേട്ടാ, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്, അവൾ കണ്ണീരോടെ പറഞ്ഞു. ഞാൻ പറയുന്നതാണോ കുറ്റം? കഷ്ടം. പൂ പോലത്തെ മനസ്സുള്ള ഒരു പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ നിന്നെ. അയാൾ നൈരാശ്യം ബാധിച്ചവനെ പോലെ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? വിഷമിക്കണ്ട. അവളിപ്പോഴും ജീവനോടെയുണ്ടല്ലോ.
വാശിയോടെ മൈഥിലിയും പറഞ്ഞു. അപ്പോ പിന്നെ നിനക്ക് അവൻ്റെ കൂടെ അഴിഞ്ഞാടാൻ ഒട്ടും പേടിക്കണ്ട അല്ലേ? പ്രസാദേട്ടാ, അനാവശ്യം പറയരുത്. പറഞ്ഞാൽ നീ എന്തു ചെയ്യും? പ്രസാദ് എച്ചിൽ കൈ വീശി അടിച്ചു. അടി മൈഥിലിയുടെ കവിളത്താണ് കൊണ്ടത്. അടിയുടെ ശക്തിയിൽ സമനില തെറ്റി അവൾ മുട്ടുകുത്തി നിലത്തേക്ക് വീണു. അവൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ അതേ കിടപ്പ് കിടന്നു. പ്രസാദ് അകത്ത് ചെന്ന് ഗ്ലാസ്സിലേക്ക് വീണ്ടും ബിസ്കി പകർന്നു. ഏറെ നേരം കഴിഞ്ഞാണ് മൈഥിലി എഴുന്നേറ്റത്. വാഷ് ബേസിനിൽ മുഖം കഴുകുമ്പോൾ എവിടെയൊക്കെയോ നീറ്റലെടുത്തു. അവൾ തലയുയർത്തി ഭിത്തിയിലെ കണ്ണാടിയിൽ നോക്കി. ഇടതു കവിളിൽ 3 വിരലിൻ്റെ പാട് കരുവാളിച്ചു കിടക്കുന്നു. ആ കരുവാളിപ്പിലേക്ക് വീണ്ടും കണ്ണീരൊഴുകി വീണു. വേണം, ഞാനിത് അർഹിക്കുന്നു, അവൾ സ്വയം പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഫോൺ ബെല്ലടിച്ചു. അവൾ അടുത്തുണ്ടായിരുന്നെങ്കിലും അനങ്ങിയില്ല. പ്രസാദേട്ടൻ വന്ന് എടുക്കട്ടെ. വെറുതെ എന്തിനാണ് പിന്നെയും സംശയമുണ്ടാക്കുന്നത്? ഫോൺ ബെല്ലടിച്ചുകൊണ്ടേയിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും പ്രസാദ് വന്നില്ല. ബെല്ലടി നിൽക്കുമെന്നായപ്പോൾ അവൾ റിസീവർ എടുത്തു. അത് പൂജപ്പുരയിൽ നിന്ന് അവളുടെ അമ്മയായിരുന്നു. കുറേ നേരമായല്ലോ, നീ എന്തെടുക്കുകയായിരുന്നു അവിടെ? ഞാൻ കുളിമുറിയിലായിരുന്നു അമ്മേ, മൈഥിലി പറഞ്ഞു. ആരും ഫോൺ എടുക്കാഞ്ഞപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ കന്യാകുമാരിയിൽ വന്ന് കാണത്തില്ലെന്ന്. എപ്പോൾ വന്നു നിങ്ങൾ? കുറച്ചു നേരമായി. പ്രസാദ് എവിടെ? ഉറക്കമാണ്. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഉവ്വ്. നിങ്ങൾ ഇന്നിങ്ങോട്ട് വരുമോ? ഇല്ലമ്മേ. എന്തിനാണ്? വെറുതെ. എന്താ വയ്യേ? യാത്രയുടെ ക്ഷീണം. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വരാം. അച്ഛൻ വെമ്പായത്ത് പോയിരിക്കുകയാണ്. വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാം, അമ്മ പറഞ്ഞു. ഇന്ന് വേണ്ടമ്മേ, ഒരു സുഖവും തോന്നുന്നില്ല. നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാം. അമ്മേ, നമ്മുടെ ഭാർഗവി അക്കൻ്റെ മോൾ രമണി ഇപ്പോൾ പഠിക്കാനൊക്കെ പോകുന്നുണ്ടോ? മൈഥിലി ചോദിച്ചു. ഇല്ല മോളെ, അവളിപ്പം വെറുതെ വീട്ടിൽ നിൽക്കുക. എന്തിനാ? പറഞ്ഞാൽ അവൾ എൻ്റെ കൂടെ വന്ന് നിൽക്കുമോ ഒരു സഹായത്തിന്? എന്താ നിനക്ക് വല്ല വിശേഷവും? പ്രതീക്ഷയോടെ അമ്മ ചോദിച്ചു. ഏയ്, അതൊന്നുമല്ല. പകൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടുള്ളൂ. വല്ലതും സംസാരിച്ചിരിക്കാൻ ഒരു കൂട്ടിനാ. അമ്മ ഭാർഗവി അക്കനോട് ഒന്ന് ചോദിച്ചു നോക്ക്. വിവരം നാളെ തന്നെ പറയണം. ഞാൻ ഇന്ന് തന്നെ ചോദിക്കാം മോളെ, അമ്മ പറഞ്ഞു. വേണം, ആരെങ്കിലും വേണം. ഭാർഗവി അക്കൻ്റെ മകൾ രമണി വന്നില്ലെങ്കിൽ കുമാരിയുടെ വീട്ടിൽ പോകണം. നിർബന്ധിച്ച് പറഞ്ഞാൽ അവർ അവളെ വിടാതിരിക്കില്ല. ഇനി വീട്ടിൽ ഒറ്റയ്ക്കാവുന്നത് പലതുകൊണ്ടും നല്ലതിനല്ല. കുറെ കഴിഞ്ഞപ്പോൾ പ്രസാദ് പുറത്തേക്ക് ഇറങ്ങി വന്നു. കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു. മുഖം തടിച്ചിട്ടുണ്ടായിരുന്നു. മൈഥിലി കുറച്ച് ചായയുണ്ടാക്കി. അവൾ ചായ കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തു. ഇതാ ചായ. എനിക്ക് വേണ്ട. അവളുടെ മുഖത്തേക്ക് നോക്കാതെ അയാൾ പറഞ്ഞു. അതെന്താ? വേണ്ട, അതുതന്നെ കാര്യം. ദാഹം കാണുകയില്ലെന്ന് എനിക്കറിയാം, അവൾ പറഞ്ഞു. എന്നെ ഒന്ന് വെറുതെ വിടാമോ പ്ലീസ്? അയാൾ ഒച്ച ഉയർത്തി പറഞ്ഞു. പിന്നെ അവൾ അവിടെ നിന്നില്ല. പിറ്റേ ദിവസം തിങ്കളാഴ്ചയായിരുന്നു. പ്രസാദ് രാവിലെ ഉറക്കമുണർന്നപ്പോൾ മുറിയിൽ മൈഥിലി ഇല്ലായിരുന്നു. അയാൾ കാതോർത്തു നോക്കി. അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. രാത്രിയിൽ എപ്പോഴോ അവൾ ഒപ്പം വന്ന് കിടന്നത് അയാൾ അറിഞ്ഞിരുന്നു. പക്ഷെ അറിഞ്ഞ ഭാവം നടിച്ചതേയില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ കുറെ കരഞ്ഞെന്നും അയാൾക്ക് മനസ്സിലായി. ഒരു ചായ കിട്ടിയാൽ കൊള്ളാമെന്ന് അയാൾക്ക് അതിയായ മോഹമുണ്ടായി. പക്ഷേ ചോദിക്കുവാൻ അയാളുടെ മനസ്സനുവദിച്ചില്ല. അയാൾ കുളിമുറിയിലേക്ക് പോയി. പുറത്തേക്ക് പോകാൻ പ്രസാദ് ഡ്രസ്സ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് മൈഥിലി വീണ്ടും വന്നത്. എങ്ങോട്ടാണ്? അവൾ ചോദിച്ചു. എങ്ങോട്ടെങ്കിലും, അയാൾ പറഞ്ഞു. ചായ കഴിച്ചിട്ട് പോകാം. വേണ്ട. പ്രസാദേട്ടൻ ആരോടാണ് ഈ വാശി കാണിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അവൾ ചോദിച്ചു. ഞാൻ എന്നെയാണ് ശിക്ഷിക്കുന്നത്. എന്തിന്? ഞാൻ ചെയ്ത തെറ്റുകൾക്ക്. എന്ത് തെറ്റാണ് പ്രസാദേട്ടൻ ചെയ്തത്? അതൊന്നും വിവരിക്കാൻ ഇപ്പോൾ നേരമില്ല. അയാൾ കാറിൻ്റെ ചാവിയും എടുത്ത് പുറത്തേക്കിറങ്ങി. ഓഫീസിലേക്കാണോ? അവൾ ചോദിച്ചു. അയാൾ ഒന്നും പറഞ്ഞില്ല. ഊണ് കഴിക്കാൻ വരില്ലേ? വരുന്നതോ വരാതിരിക്കുന്നതോ നിനക്ക് സൗകര്യം. അയാൾ കാറിലേക്ക് കയറി. അവൾ അങ്ങോട്ട് ചെന്നു. വരണം. വന്നില്ലെങ്കിൽ പ്രസാദേട്ടൻ എന്നെ കാണില്ല. 1:30-ക്കപ്പുറം ഞാൻ കാത്തിരിക്കില്ല, അവൾ പറഞ്ഞു. നീ പോയാൽ എവിടെ വരെ പോകുമെന്ന് എനിക്കറിയാം, അയാൾ പറഞ്ഞു. ഇല്ല, പ്രസാദേട്ടന് അതറിയില്ല. അയാൾ അവളെയൊന്ന് തറപ്പിച്ചു നോക്കി. അവൾ പതറാതെ ആ നോട്ടത്തെ നേരിട്ടു. പ്രസാദ് വണ്ടി സ്റ്റാർട്ടാക്കി. ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. അവൾ ചെന്ന് ഗേറ്റ് തുറന്ന് പാളികൾ രണ്ടും ഇരുവശത്തേക്കും തള്ളിവെച്ചു. അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അയാൾ വേഗം കാറോടിച്ചു പോയി. വീടിനുള്ളിലേക്ക് പോകാൻ മൈഥിലിക്ക് തോന്നിയില്ല. മുറ്റത്ത് രൂപം കൊണ്ടുവരുന്ന ചെറിയ പൂന്തോട്ടം നോക്കി ചെടികളുടെ ഇടയിൽ അവൾ ചുറ്റി നടന്നു. ലോൺ ഉണ്ടാക്കാൻ വേണ്ടി പ്രസാദ് പാകിയ പുൽവിത്തുകൾ മുള പൊട്ടി പുറത്തു വന്നിരുന്നു. പച്ചനിറമുള്ള പൊടി വാരി വിതറിയതുപോലെ. ചെടികൾക്ക് വെള്ളം ഒഴിച്ചിട്ട്
അത് 3-ാമത്തെ ദിവസമാണെന്ന് മൈഥിലി പെട്ടെന്നോർത്തു. അവൾ ഗാർഡൻ ഹോസ് എടുത്ത് ചെടികൾ നനയ്ക്കുവാൻ തുടങ്ങി. എവിടെയോ ഫോൺ ബെല്ല് കേട്ടതുപോലെ അവൾക്ക് തോന്നി. വീട്ടിലെ ഫോണിൽ നിന്നാണ് ശബ്ദമെന്ന് അവൾക്ക് മനസ്സിലായി. ഗാർഡൻ ഹോസ് നിലത്തിട്ടിട്ട് വേഗം അവൾ അകത്തേക്ക് ചെന്നു. ഫോൺ നിർത്താതെ ശബ്ദിക്കുന്നുണ്ടായിരുന്നു. അവൾ ചെന്ന് റിസീവർ എടുക്കും മുൻപ് ബെല്ലടി നിന്നു. ആരായിരുന്നിരിക്കണം അത്? വീട്ടിൽ നിന്ന് അമ്മയാവാം. ഭാർഗവി അക്കൻ്റെ മകൾ രമണി വരാൻ തയ്യാറാണെന്ന് അറിയിക്കാൻ വിളിച്ചതാവാം. പ്രസാദേട്ടനായിരിക്കുമോ? സാധ്യത കുറവാണ്. എങ്ങോട്ടാണ് രാവിലെ പോയതെന്ന് ആർക്കറിയാം? ഒന്നും ചെയ്യാനില്ലാതിരുന്നതിനാൽ അവൾ അലമാര തുറന്ന് വെഡ്ഡിംഗ് ഫോട്ടോ ആൽബം എടുത്ത് തുറന്നു. ചിത്രങ്ങൾ ഓരോന്നായി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾക്ക് കരച്ചിലും ഒപ്പം ചിരിയും വന്നു. പ്രതീക്ഷയോടെ വധുവിൻ്റെ വേഷത്തിൽ അവൾ, സുസ്മേരവദനായി പ്രസാദ്, കൂട്ടുകാരികൾ, ബന്ധുക്കൾ, കളിയാക്കലുകളുടെ മധുരം. പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. ആൽബം സോഫയിൽ വെച്ചിട്ട് അവൾ വേഗം ചെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, അവൾ പറഞ്ഞു. ജയപ്രസാദിൻ്റെ വീടല്ലേ? ഒരു പുരുഷ ശബ്ദം ചോദിച്ചു. അതെ. മൈഥിലിയാണോ? അതെ. ജയപ്രസാദിനെ ഒന്ന് വിളിക്കൂ പ്ലീസ്. പ്രസാദേട്ടൻ ഇവിടെയില്ലല്ലോ. ആരാണ് വിളിക്കുന്നത്? ഞാൻ ഷറഫുദ്ദീനാണ്. അവൾ ഞെട്ടിപ്പോയി. കേട്ടത് തെറ്റിയതാണോ? ആര്? അവൾ വീണ്ടും ചോദിച്ചു. ഞാൻ തന്നെ, ഷറഫുദ്ദീൻ. അയാൾ ശാന്തനായി പറഞ്ഞു. വീണു പോകാതിരിക്കാനായി മൈഥിലി പെട്ടെന്ന് സോഫയിലേക്കിരുന്നു. റിസീവർ അവളുടെ കയ്യിലിരുന്ന് വിറച്ചു. അധ്യായം 20. പ്രസാദ് നേരെ ഓഫീസിലേക്കാണ് പോയത്. ആദ്യം സെലീന ജോസഫിനെയാണ് കാണേണ്ടത്. കന്യാകുമാരിയിൽ വെച്ച് നടന്ന ആ സംഭവം സെലീന ആരോടെങ്കിലും പറഞ്ഞാൽ അത് ഓഫീസ് മുഴുവനും അറിയും. ഷറഫുദ്ദീനുമായി അടിയുണ്ടാക്കാൻ പോയത് മണ്ടത്തരമായി പോയി. ജയപ്രസാദിൻ്റെ ഭാര്യ മൈഥിലി ഫുട്ബോൾ താരം ഷറഫുദ്ദീൻ്റെ പഴയകാല കാമുകിയാണെന്ന് ജനം അറിഞ്ഞാൽ പിന്നെ തല ഉയർത്തി നടക്കാനൊക്കുമോ? അതൊഴിവാക്കണം. സെലീനയെ കാണണം. പ്യൂൺ മണി വന്നപ്പോൾ സെലീന വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വിട്ടു. വന്നിട്ടില്ല സാർ. 2-3 ദിവസമായി ലീവില്ല. ഇനി നാളെയേ വരൂ. സെലീന എവിടെയാണ് താമസിക്കുന്നത്? YWCAയില. അപ്പോൾ ഇന്ന് സെലീനയെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ടൈപ്പ് ചെയ്ത കടലാസുകൾ മുന്നിൽ കിട്ടിയത് പ്രസാദ് വായിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും അയാളുടെ മനസ്സിലേക്ക് കടന്നു ചെന്നില്ല. ഏകാഗ്രത കൈവിട്ടു പോകുന്നു. ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട്. എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് 2 ദിവസമാകുന്നു. അയാൾ സീറ്റിലേക്ക് ചാരി അല്പനേരം കണ്ണുകൾ അടച്ചിരുന്നു. ചിന്തകൾ ഓരോന്നായി കടന്നു വരുന്നു. പെട്ടെന്നവ പാറിപ്പറന്നു പോകുന്നു. അന്നത്തേക്ക് ലീവ് എഴുതി വച്ചിട്ട് അയാൾ പുറത്തേക്കിറങ്ങി. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അയാൾ തീർച്ചയാക്കിയിരുന്നില്ല. ഗേറ്റ് കടന്നപ്പോൾ വണ്ടി ഇടത്തോട്ടാണ് തിരിച്ചത്, സിറ്റിയിലേക്ക്. പാളയത്തെത്തും വരെ മീരയുടെ മുഖമായിരുന്നു അയാളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നത്. മീരയെ കാണണം. എവിടെയെങ്കിലും പോയിരുന്ന് അവളോട് കുറച്ച് സംസാരിക്കാം. വിളിച്ചാൽ മീര വരുമോ എന്ന സംശയം പെട്ടെന്നാണ് അയാളുടെ മനസ്സിൽ തലപൊക്കിയത്. അവൾ വരില്ല. അന്ന് എത്ര നിർബന്ധിച്ചിട്ടാണ് കോഫി ഹൗസിൽ വന്നത്. അത് പിന്നീട് ദാമ്പത്യം, ശാന്തം, സ്വച്ഛം, സുന്ദരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മൈഥിലിയുടെ കവിളിൽ ആദ്യത്തെ അടി പൊട്ടിച്ചിട്ടാണ് അവൻ വരുന്നതെന്ന് പറയേണ്ടി വരുമ്പോൾ, ഇല്ല, മീരയെ ഇപ്പോൾ കണ്ടാൽ ശരിയാവില്ല. യൂണിവേഴ്സിറ്റി ഓഫീസിലേക്ക് തിരിയാതെ അയാൾ വണ്ടി നേരെ സ്റ്റാച്യുവിലേക്ക് വിട്ടു. കാർ പാർക്ക് ചെയ്തിട്ട് അയാൾ YWCAയിലേക്കാണ് പോയത്. ചിലപ്പോൾ സെലീന മടങ്ങിയെത്തിയിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ സൗകര്യമായി സംസാരിക്കാം. അന്വേഷിച്ചപ്പോൾ സെലീന അവിടെയും എത്തിയിട്ടില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അയാൾ കാറിലിരുന്ന് ആലോചിച്ചു. ആക്കുളത്തെ തൻ്റെ വീടിനെക്കുറിച്ചുള്ള ഓർമ്മ പെട്ടെന്ന് ആഹ്ലാദകരമായ വെളിപാട് പോലെ അയാളുടെ മനസ്സിലേക്ക് വന്നു. കേശവദാസപുരത്തേക്ക് മാറിയ ശേഷം ഇതുവരെ അങ്ങോട്ടൊന്നും പോകാൻ കഴിഞ്ഞില്ല. ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. എന്തേ ആ വീടിനെ മറന്നു? ഏറെ നാളത്തെ വേർപാടിന് ശേഷം അമ്മയുടെ സവിധത്തിലേക്ക് കുതിക്കുന്ന കുട്ടിയെപ്പോലെ അയാൾ ആക്കുളത്തേക്ക് വണ്ടി പായിച്ചു. പ്രസാദിൻ്റെ കാർ പോയതിൻ്റെ അടുത്ത നിമിഷത്തിലാണ് അതേ സ്ഥലത്ത് ഷറഫുദ്ദീൻ്റെ ചുവന്ന സ്പോർട്സ് കാർ വന്നു നിന്നത്. കാറിൽ ഷറഫുദ്ദീനും സെലീന ജോസഫും ഉണ്ടായിരുന്നു. കന്യാകുമാരിയിൽ നിന്ന് മടങ്ങി വന്നതായിരുന്നു. അവർ കറുത്ത കണ്ണടകൾ ധരിച്ചിരുന്നു. കാറിൻ്റെ ഡോർ തുറക്കാതെ ഇരുവരും അല്പനേരം നിശബ്ദരായിരുന്നു. ഇനി എന്താണ് പ്രോഗ്രാം? ആദ്യം സംസാരിച്ചത് സെലീനയാണ്. പേരൂർ കടയ്ക്ക് പോകുന്നു, ഷറഫുദ്ദീൻ പറഞ്ഞു. ഹോട്ടൽ വിട്ടോ? ശനിയാഴ്ച ബാഗേജുകൾ മാറ്റി. തൽക്കാലം കൊച്ചാപ്പയോടൊപ്പം കൂടാമെന്ന് വിചാരിക്കുകയാണ്. കൊച്ചാപ്പ ഏതാണ്ട് ഒറ്റയ്ക്കാണല്ലോ അവിടെ. അവൾ ഒന്നും പറഞ്ഞില്ല. ഇന്ന് തന്നെ എനിക്ക് ജയപ്രസാദിനെയും കാണണം, അയാൾ പറഞ്ഞു. അത് വേണോ? അവൾ ചോദിച്ചു. വേണം. ഇഷ്ടം പോലെ ആവട്ടെ എന്ന മട്ടിൽ അവൾ ചുമലുകൾ ഉയർത്തി. ഇനി എപ്പോഴാണ്? ഞാൻ വിളിക്കാം. ഇന്ന് വിളിക്കണം. വിളിക്കാം. അയാൾ ചിരിച്ചു.
സെലീനയുടെ കൈയെടുത്ത് അയാൾ വിരലുകളിൽ ഒന്നുമ്മ വെച്ചു. ആ വിരലുകളിലൊന്നിൽ അയാളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം കൊത്തിയ പുതിയ മോതിരം തിളങ്ങുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ആരെങ്കിലും ചോദിച്ചോ? ഇല്ല, അവൾ പറഞ്ഞു. എൻ്റെ പേരും എസിലാണല്ലോ തുടങ്ങുന്നത്. അവൾ ചിരിച്ചു. അയാൾ മുഖത്തു നിന്ന് കണ്ണടയെടുത്തു മാറ്റി. അയാൾ കർച്ചീഫ് എടുത്ത് കണ്ണുകൾ തുടച്ചു. ഇറ്റ് വാസ് എ നൈസ് ട്രിപ്പ് ഇൻസ്പെക്ടർ ഓഫ്, അവൾ പറഞ്ഞു. ഓ, ഫോർഗെറ്റ് ദാറ്റ്. കാറിൻ്റെ വാതിൽ തുറന്ന് തോൾ ബാഗുമായി സെലീന പുറത്തേക്കിറങ്ങി. സി യു, ബൈ. അയാൾ സാവധാനം കാർ മുന്നോട്ടെടുത്തു. ആദ്യം കണ്ട പബ്ലിക് ടെലിഫോൺ ബൂത്തിനരികെ ഷറഫുദ്ദീൻ കാർ നിർത്തി. അയാൾ പ്രസാദിൻ്റെ ഓഫീസിലേക്കാണ് വിളിച്ചത്. വിരൽത്തുമ്പിലുണ്ടായിരുന്നു ആ നമ്പർ. സെലീനയെ എത്രയോ തവണ അതിൽ വിളിച്ചതാണ്. പ്ലീസ് കണക്ട് മീ ടു മിസ്റ്റർ ജയപ്രസാദ്, അയാൾ ഓപ്പറേറ്ററോട് പറഞ്ഞു. ജയപ്രസാദ് വന്നിട്ട് കുറച്ചു മുൻപേ പോയല്ലോ, സെക്ഷനിൽ ഫോൺ എടുത്ത ആൾ പറഞ്ഞു. വീട്ടിലുണ്ടാവുമോ? ഷറഫുദ്ദീൻ ചോദിച്ചു. ഒന്ന് ട്രൈ ചെയ്യൂ. വിൽ യു പ്ലീസ് ഗിവ് മീ ഹിസ് നമ്പർ? ഷറഫുദ്ദീന് പ്രസാദിൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ കിട്ടി. അടുത്തതായി ആ നമ്പറാണ് അയാൾ ഡയൽ ചെയ്തത്. ഹലോ, അയാൾ വിളിച്ചു. ഹലോ. സ്ത്രീസ്വരമാണ് കേട്ടത്. അത് മൈഥിലിയാവണമെന്ന് അയാൾ ഊഹിച്ചു. ജയപ്രസാദിൻ്റെ വീടല്ലേ? അയാൾ ചോദിച്ചു. അതെ. മൈഥിലിയാണോ? അതെ. ജയപ്രസാദ് ഉണ്ടോ? ഇല്ലല്ലോ. ആരാണ് വിളിക്കുന്നത്? അവൾ ചോദിച്ചു. മനഃപൂർവ്വമാണ് അയാൾ ആദ്യമേ പേര് പറയാത്തത്. അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഷറഫുദ്ദീനാണ്. അവൾ പെട്ടെന്ന് നിശബ്ദയായി. അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളായതുകൊണ്ടാവണം. ആര്? അവൾ വീണ്ടും ചോദിച്ചു. ഞാൻ തന്നെ, ഷറഫുദ്ദീൻ, അയാൾ ശാന്തനായി പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒട്ടും മയമില്ലാത്ത സ്വരമായിരുന്നു അവളുടേത്. എനിക്ക് ജയപ്രസാദിനോട് ഒന്ന് സംസാരിക്കണം, അയാൾ പറഞ്ഞു. എന്തു സംസാരിക്കാൻ? ചില കാര്യങ്ങൾ. എന്നോട് പകരം വീട്ടാനാണോ? പണ്ട് എന്നെ നിങ്ങളുടെ ഇംഗിതത്തിന് കിട്ടാത്തതിന്? അല്ല. എനിക്കറിയാം, നിങ്ങൾക്കെന്നോട് പകയുണ്ട്. ഇല്ല, പല പഴയ കാര്യങ്ങളും ഓർക്കുമ്പോൾ ഞാനിന്ന് ലജ്ജിക്കാറുണ്ട്. പക്ഷേ പശ്ചാത്താപമില്ല. അന്ന് എനിക്കങ്ങനെയൊക്കെ ആകാനേ കഴിയുമായിരുന്നുള്ളൂ. ഇന്നും അങ്ങനെയൊക്കെ ആകാനേ കഴിയൂ എന്ന് പറയൂ. ഏറ്റവും പുതിയ ആളെ കൂടെ കണ്ടല്ലോ, അവൾ പറഞ്ഞു. അയാൾ ചിരിച്ചു. ഒരപേക്ഷയുണ്ട്, എന്നെ വെറുതെ വിടൂ. ഞങ്ങളുടെ ജീവിതം തുലയ്ക്കരുത്, അവൾ പറഞ്ഞു. മൈഥിലിയെ വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ജയപ്രസാദ് ഇല്ല. വീട്ടിലുണ്ടോ എന്നറിയാൻ വിളിച്ചതാണ്. ശരി, വയ്ക്കുന്നു. അയാൾ റിസീവർ വെച്ചു. പുവർ ഗേൾ, അയാൾ സ്വയം പറഞ്ഞു. ജയപ്രസാദിനെ എവിടെയാണിനി അന്വേഷിക്കുക? വെറുതെ ഒന്ന് ശ്രമിക്കാം. അയാൾ സിറ്റി അരിച്ചു പെറുക്കാൻ തീരുമാനിച്ചു. അന്നേരം പ്രസാദ് ആക്കുളത്തുള്ള തൻ്റെ വീട്ടിലെ ഓരോ മുറിയിലും കയറി ഇറങ്ങുകയായിരുന്നു. അയാളുടെ മുറി, അമ്മയുടെ മുറി, അവർ ഊണ് കഴിച്ചിരുന്ന മുറി, വീണ്ടും അയാളുടെ മുറി, അയാളുടെ മേശ, പഴയ പുസ്തകങ്ങൾ, അയാളുടെ ജനാല, ജനാലയിലൂടെ കാണുന്ന അയാളുടെ പ്രകൃതി, കാട്ടുചെമ്പകം, കായൽ, തണുത്ത കാറ്റ്. കുറെ കഴിഞ്ഞ് അയാൾ മടങ്ങി. ഉള്ളൂരിൽ വച്ചാണ് സുഹാസിനിയെ കണ്ടത്. മെഡിക്കൽ കോളേജിന് മുന്നിലുള്ള സ്റ്റോപ്പിൽ അവൾ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. അവൾ അയാളെയും കണ്ടു. കാർ മുന്നിലേക്ക് അല്പം കയറ്റി നിർത്തിയിട്ട് പ്രസാദ് ഇറങ്ങി സുഹാസിനിയുടെ അടുത്തേക്ക് ചെന്നു. സുഹാസിനി, എന്നെ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. എന്താണിവിടെ? വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ചേച്ചി ഇവിടെ ഹോസ്പിറ്റലിലാണ്, അവൾ പറഞ്ഞു. എന്തുപറ്റി? ഉദ്വേഗത്തോടെ അയാൾ ചോദിച്ചു. കുറച്ചു ദിവസം മുൻപ് ഓഫീസിൽ തലചുറ്റി വീണു. ഡോക്ടറെ കണ്ടപ്പോൾ വിശദമായി പരിശോധിക്കാൻ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. ശനിയാഴ്ച ഇവിടെ അഡ്മിറ്റായി. മീര എവിടെയാണ് കിടക്കുന്നത്? പേ വാർഡിൽ 42 നമ്പർ മുറിയിൽ, അവൾ പറഞ്ഞു. 42 നമ്പർ മുറിയുടെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പ്രസാദ് വാതിലിൽ മൃദുവായി ഒന്നും മുട്ടി. ഒരു പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു. അത് മീരയുടെ അനുജത്തി സുഭാഷിണിയായിരുന്നു. മീര, അയാൾ പറഞ്ഞു. സുഭാഷിണി വാതിൽ തുറന്നു പിടിച്ചു. കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു മീര. ശബ്ദം കേട്ട് അവൾ ഉണർന്നു. പ്രസാദിനെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ഒരു വാടിയ പുഞ്ചിരി വിടർന്നു. എങ്ങനെ അറിഞ്ഞു? ഞാനിപ്പോൾ സുഹാസിനിയെ കണ്ടു. പ്രസാദ് ഇരിക്കൂ. അയാൾ സ്റ്റൂൾ വലിച്ചിട്ട് അവളുടെ അടുത്തിരുന്നു. അവൾ തലയണകൾ ഉയർത്തിവെച്ച് ഭിത്തിയിൽ ചാരിയിരുന്നു. എന്തുപറ്റി മീരെ? അയാൾ ആർദ്രമായി ചോദിച്ചു. എൻ്റെ ഈ കിടപ്പ് കണ്ട് പ്രസാദ് പേടിക്കുകയൊന്നും വേണ്ട. കുഴപ്പം പിടിച്ച അസുഖമൊന്നുമില്ലെന്നാണ് ഡോക്ടർ കൃഷ്ണകുമാർ പറഞ്ഞത്. ഡോക്ടർ കൃഷ്ണകുമാറിനെ പ്രസാദ് അറിയുമോ? എൻ്റെ ബാച്ചിൽ പഠിച്ചിരുന്ന ശ്രീരേഖയുടെ ഹസ്ബൻഡാണ്, മീര പറഞ്ഞു. കൃഷ്ണകുമാറിനെ എനിക്കറിയാം. ആക്കുളത്ത് എൻ്റെ അയൽക്കാരനായിരുന്നു, പ്രസാദ് പറഞ്ഞു. ഓഫീസിൽ തലചുറ്റി വീണോ? സുഹാസിനി പറഞ്ഞല്ലോ. വീണു. അപ്പോൾ കുളിമുറിയിലല്ല വീണത്. അന്ന് എന്നോടെന്തിനാ കള്ളം പറഞ്ഞത്?
സുഖവാസത്തിന് പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടേക്ക് വരാനായിരുന്നോ? പ്രസാദ് ചോദിച്ചു. നിങ്ങൾ പിറ്റേ ദിവസം കന്യാകുമാരിക്ക് പോവുകയായിരുന്നില്ലേ? പിന്നെ ഞാൻ എന്താണ് പറയേണ്ടിയിരുന്നത്? എങ്ങനെയുണ്ടായിരുന്നു ഉല്ലാസയാത്ര? മീര ചോദിച്ചു. ഉല്ലാസയാത്ര, അയാൾ ആത്മനിന്ദയോടെ പറഞ്ഞു. അസുഖം എന്താണെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? സെറിബ്രൽ മെനിഞ്ചൈറ്റിസ് എന്നൊരു വാക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് വീണ് കിട്ടി. തലച്ചോറിനെ പൊതിയുന്ന പാടയിൽ ഇൻഫെക്ഷൻ ഉണ്ടായോ എന്ന് സംശയം. ഇന്നലെ എൻ്റെ നട്ടെല്ല് കിഴിച്ച് കുറെ സ്പൈനൽ ഫ്ലൂയിഡ് എടുത്തു. ലാബിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അയാൾ നിശബ്ദനായിരുന്നു. സുഭാഷിണി എപ്പോഴോ മുറി വിട്ടു പോയിരുന്നു. മീരയുടെ നെറ്റിയിലെ മുറിവ് ഉണങ്ങിയിരുന്നില്ല. എനിക്കിപ്പോൾ മരിക്കാൻ പേടിയൊന്നുമല്ല പ്രസാദ്. ജീവിതത്തെ സ്നേഹിക്കുന്ന അതേ തീവ്രതയോടെ മരണത്തെക്കുറിച്ചും ഞാൻ ആവേശം കൊള്ളുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. സുഹാസിനിക്കോ സുഭാഷിണിക്കോ എൻ്റെ ജോലി കിട്ടും. അവർ കുടുംബം പുലർത്തും. മീരെ, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇല്ല പ്രസാദ്, ഞാൻ വെറുതെ പകൽക്കിനാവ് കാണുകയാണ്. എൻ്റെ രോഗം മാരകമൊന്നുമല്ല. കുറേ ദിവസം അവർ എന്നെ ഇവിടെ കിടത്തും. അത് കഴിഞ്ഞ് പറഞ്ഞുവിടും. എന്നും രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകും. വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങും. മീര ചിരിച്ചു. ദാമ്പത്യം ശാന്തവും സ്വച്ഛവും സുന്ദരവുമായി ഒഴുകുന്നു എന്നെനിക്കറിയാം. എന്നും അതുപോലെയാവണം. ഞാനോ ഇങ്ങനെയായി. പ്രസാദെങ്കിലും. മീരെ, അയാൾ വേദനയോടെ വിളിച്ചു. മൈഥിലിയെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. എനിക്ക് വാക്ക് തരൂ. പക്ഷെ മീരെ, അയാൾ എന്തോ പറയാനൊരുങ്ങി. പ്രസാദ് ഒന്നും പറയണ്ട. സമ്മതിച്ചോ? സമ്മതിച്ചു. പ്രോമിസ്? കൈ നീട്ടി അവൾ പറഞ്ഞു. പ്രോമിസ്. അവളുടെ കൈ കൂട്ടിപ്പിടിച്ച് അയാൾ പറഞ്ഞു. ഒരു പക്ഷിക്കുഞ്ഞിനെ എന്ന പോലെ അവളുടെ കൈ സ്വന്തം കൈക്കുള്ളിലാക്കി അയാൾ ഒരു നിമിഷമിരുന്നു. അയാളുടെ വിരലുകളിൽ 2 തുള്ളി കണ്ണീർ വന്നു വീണ് ചിതറി. സോറി, ഞാൻ വെറുതെ ഒരു സീൻ ഉണ്ടാക്കുകയാണ് അല്ലേ പ്രസാദ്? കണ്ണു തുടച്ചുകൊണ്ട് മീര പറഞ്ഞു. പൊയ്ക്കോളൂ, മൈഥിലി കാത്തിരിക്കില്ലേ? പ്രസാദ് പുറത്തു വന്നപ്പോൾ വരാന്തയിൽ സുഭാഷിണി ഉണ്ടായിരുന്നു. അയാൾ അവളുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ എന്താണ് പറഞ്ഞത്? അയാൾ ചോദിച്ചു. ഇനീഷ്യൽ സ്റ്റേജാണ്. അതുകൊണ്ട് പേടിക്കാനില്ലെന്നാണ് പറഞ്ഞത്. തിരിച്ച് വീട്ടിലേക്ക് കാർ ഓടിക്കുമ്പോൾ പ്രസാദിന്റെ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നിരുന്നു. നാവ് വരളുന്നതുപോലെയും കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെയും അയാൾക്ക് തോന്നി. എന്തെങ്കിലും കുടിക്കുവാനായി അയാൾ മുന്നിൽ കണ്ട പെട്ടിക്കടയുടെ അടുത്ത് കാർ നിർത്തി. ശീതളപാനീയത്തിന്റെ കുപ്പി വായിലേക്ക് കമിഴ്ത്തുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഒന്നും കഴിക്കാതെ അവൾ തന്നെ നോക്കിയിരിക്കുകയാവും. വാച്ചിൽ നോക്കി. മണി 2. 1:30 മുൻപ് ചെന്നില്ലെങ്കിൽ എന്നെ പ്രസാദേട്ടൻ കാണില്ല എന്ന് അവൾ പറഞ്ഞത് അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്. പ്രസാദ് വേഗം കാർ സ്റ്റാർട്ട് ചെയ്തു. അന്നേരം ഒരു ചുവന്ന സ്പോർട്സ് കാർ വന്ന് വഴി തടഞ്ഞുകൊണ്ട് അയാളുടെ കാറിന്റെ മുന്നിൽ നിന്നു. എഞ്ചിൻ ഓഫാക്കിയിട്ട് ഷറഫുദ്ദീൻ കാർ തുറന്ന് പ്രസാദിന്റെ അടുത്തേക്ക് ചെന്നു. ജയപ്രസാദിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ ഇതുവരെ. പ്രസാദ് ഒന്നും പറഞ്ഞില്ല. സ്റ്റിയറിംഗ് വീലിൽ കൈവച്ചുകൊണ്ട് അയാൾ മുഖമുയർത്തി ഷറഫുദ്ദീനെ നോക്കിയിരുന്നു. സെലീന പറഞ്ഞപ്പോഴാണ് നിങ്ങൾ 2 ആളും ഒരേ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. കന്യാകുമാരിയിൽ വച്ചുള്ള നമ്മുടെ പെരുമാറ്റം മഹാബോറായിപ്പോയി അല്ലേ? ഷറഫുദ്ദീൻ മുഖത്തുനിന്ന് സൺഗ്ലാസ് എടുത്തു മാറ്റി. ജയപ്രസാദ് എന്നെക്കുറിച്ച് പല കഥകളും കേട്ട് കാണും. അതിൽ കുറേയൊക്കെ നേരുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മനഃപൂർവ്വം ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. സ്ത്രീകൾ എനിക്കൊരു ദൗർബല്യമായിരുന്നില്ല. ഞാൻ സ്ത്രീകൾക്കൊരു ദൗർബല്യമായിരുന്നു എന്നതാണ് വാസ്തവം. ഷറഫുദ്ദീൻ ഒന്ന് നിർത്തി. അയാൾ വീണ്ടും കണ്ണട ധരിച്ചിട്ട് പ്രസാദിനെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷേ ആരാധനയും പ്രേമവും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കിയ ബുദ്ധിമതികളുണ്ടായിരുന്നു. അവരിലൊരാളായിരുന്നു മൈഥിലി. ഇതൊന്നും ജയപ്രസാദിന്റെ അടുത്തു വന്ന് പറയേണ്ട ഒരാവശ്യവും എനിക്കില്ല. സെലീന നിങ്ങളുടെ സഹപ്രവർത്തകയായതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. സെലീനയെ ഞാൻ വിവാഹം ചെയ്യാൻ പോവുകയാണ്. ഷറഫുദ്ദീൻ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് പാക്കറ്റ് എടുത്ത് തുറന്നു. ഒരെണ്ണം എടുത്തിട്ട് അയാൾ ചുണ്ടിൽ വെച്ചിട്ട് പാക്കറ്റ് പ്രസാദിന് നേരെ നീട്ടി. പ്രസാദ് അത് നിരസിച്ചു. കേരളത്തിന് എന്നെ താങ്ങാനാവില്ലത്രേ. ഐ ആം ടു കോസ്റ്റ്ലി. ഞാൻ ബോംബെയിൽ സെറ്റിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സെലീനയ്ക്ക് ബോംബെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ശരിയായിട്ടുണ്ട്. അടുത്തയാഴ്ച ഞങ്ങൾ പോകുന്നു. ഷറഫുദ്ദീൻ അയാളുടെ കാറിനടുത്തേക്ക് മടങ്ങി. കാറിന്റെ വാതിൽ തുറന്നിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ കാണുമെന്ന് എനിക്ക് തീർച്ചയില്ല. ഗുഡ് ബൈ. ഷറഫുദ്ദീനോട് താൻ ഒരക്ഷരം പോലും സംസാരിച്ചില്ലല്ലോ എന്ന് അപ്പോഴാണ് പ്രസാദ് ഓർത്തത്. കേട്ടുകേൾവിയും യാഥാർത്ഥ്യവും തമ്മിൽ എത്ര അകലം. പ്രസാദ് വേഗം കാറിൽ നിന്നിറങ്ങി ഷറഫുദ്ദീൻ്റെ അടുത്തേക്ക് ചെന്നു. ആശംസകൾ. പ്രസാദ് അയാളുടെ കൈപിടിച്ച് കുലുക്കി. താങ്ക് യു, ഷറഫുദ്ദീൻ പറഞ്ഞു. 2 കാറുകളും ഒന്നിച്ചാണ് സ്റ്റാർട്ടായത്.
ഷറഫുദ്ദീൻ തൻ്റെ സ്പോർട്സ് കാർ അല്പം പിന്നിലേക്കെടുത്ത് പ്രസാദിന് പോകാൻ വഴിയുണ്ടാക്കി. പിന്നെ 2 കാറുകളും എതിർദിശകളിലേക്ക് പോയി. പ്രസാദ് വീട്ടിലെത്തിയപ്പോൾ മണി 2:30 മുൻവാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. മൈഥിലി കതകിൽ തട്ടി പ്രസാദ് ഉറക്കെ വിളിച്ചു. വാതിൽ പെട്ടെന്ന് തുറക്കപ്പെട്ടു. ക്ഷീണതയെങ്കിലും മന്ദഹാസത്തോടെ മൈഥിലി മുന്നിൽ. ഞാൻ വിചാരിച്ചു, അയാൾ വിമ്മിട്ടത്തോടെ പറഞ്ഞു. പ്രസാദേട്ടനെ വിട്ട് ഞാൻ എവിടെയെങ്കിലും പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നനയുന്ന കണ്ണുകളോടെ അവൾ ചോദിച്ചു. അയാൾ നീട്ടിയ കൈകൾക്കുള്ളിലേക്ക് അവൾ വന്നു വീണു. ഓളങ്ങളടങ്ങുന്ന തടാകം പോലെ തൻ്റെ മനസ്സ് ശാന്തമാകുന്നത് അയാൾക്കറിയാൻ കഴിഞ്ഞു. അവർ ഒരുപാട് നേരം അങ്ങനെ നിന്നു. ഞാൻ വരാൻ വൈകിയതെന്താണെന്ന് ചോദിക്കൂ. അയാൾ പറഞ്ഞു. എന്തേ വൈകിയത്? മീര ഹോസ്പിറ്റലിലാണ്. ഞാൻ പോയി കണ്ടു. എന്താണ് അസുഖം? തീർച്ചയാക്കിയില്ല. എങ്കിലും തലച്ചോറിനെ ബാധിക്കുന്ന ഏതോ രോഗമാണെന്ന് തോന്നുന്നു. പേടിക്കേണ്ടതാണോ? ഭയത്തോടെ അവൾ ചോദിച്ചു. തുടക്കമായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ എപ്പോഴാണ് മീരയെ കാണാൻ പോകുന്നത്? മൈഥിലി ചോദിച്ചു. നാളെ. അല്ല, ഇന്ന് വൈകുന്നേരം, അവൾ പറഞ്ഞു. നിറയുന്ന തൻ്റെ കണ്ണുകൾ മൈഥിലി കാണാതിരിക്കുവാൻ അയാൾ അവളെ സ്വന്തം ശരീരത്തിലേക്ക് ചേർത്തമർത്തി. നോവൽ ഇവിടെ പൂർണ്ണമാവുന്നു. ശ്രീ ടി പത്മനാഭൻ എഴുതിയ മൈഥിലി നീ എൻ്റേതാണ് എന്ന ചെറുകഥ. ഇതെഴുതുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്നു. ഞാൻ പോവുകയാണ്. ഇനി മടങ്ങി വരില്ല. ഇന്നലെ വരെ ഈ അവസരത്തിനു വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അല്പം വൈകിയെങ്കിലും അത് വന്നു ചേരുകയും ചെയ്തു. പക്ഷേ വന്നു ചേർന്നപ്പോൾ എന്തിനെന്നില്ലാതെ ഞാൻ വിഷാദിക്കുകയാണ്. ഈ വിഷാദം എൻ്റെ ആത്മാവിൻ്റെ സംഗീതമാണ്. അതിൻ്റെ തുടർച്ചയിലാണ് നിലനിൽപ്പ്. അത് നിലച്ചാൽ എൻ്റെ ഉടലാകെ കോരിത്തെരിക്കുന്നു. ചിന്ത പതറുകയാണ്. എൻ്റേതായ എല്ലാം തന്നെ ഛിന്നഭിന്നമാവുകയാണ്. തപിച്ച കണ്ണാടിയിൽ വെള്ളത്തുള്ളികൾ വീഴുകയാണുണ്ടായത്. അപ്പോൾ പിന്നെ എന്താണ് ബാക്കിയുണ്ടാവുക? പൊട്ടിയ കണ്ണാടി കഷ്ണങ്ങൾ മാത്രം. ഞാൻ പൊട്ടിയ കണ്ണാടി കഷ്ണങ്ങളാണ്. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുകയാണോ? വേദനയും സൗഖ്യവും ഒരേ സമയത്ത് അനുഭവിക്കുന്നു. ഒരു പുതിയ മനുഷ്യൻ. നിങ്ങൾക്കെന്നെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഞാൻ തിരിഞ്ഞു നോക്കുന്നു. ആഴം കാണുവാൻ കഴിയാത്ത കടൽ പോലെയുള്ള എൻ്റെ ജീവിതത്തിലെ ഒരു ബിന്ദു മാത്രമാണ് ഇത്. ഇവിടുത്തെ ഈ വാസം. പക്ഷേ ഈ ബിന്ദു അസ്വസ്ഥമാണ്. ഇത് കോളിളക്കങ്ങൾ സൃഷ്ടിച്ചേക്കാം. ആരറിഞ്ഞു? പുതിയ കരകൾ നനയുവാൻ പോകുകയാണ്. ഒന്നും തിട്ടമായി പറയുവാൻ കഴിയുകയില്ല. ഞാൻ ആശിക്കുകയാണ്. എന്നെങ്കിലും അവളെ കാണുവാൻ കഴിഞ്ഞുവെങ്കിൽ. എന്നെങ്കിലും. ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞേക്കാം. അല്ലെങ്കിൽ ഈ ബഹളത്തിലും തിരക്കിലും ഞാൻ എങ്ങനെ അവളെ കാണാനാണ്? ഇനി അഥവാ കാണുവാൻ കഴിഞ്ഞുവെങ്കിൽ തന്നെ അതെത്ര കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും? എത്ര കൊല്ലങ്ങൾക്ക് ശേഷമെങ്കിലും ആയിക്കൊള്ളട്ടെ, എനിക്ക് അവളെ കാണണം. മൈതാനത്തിലോ മലഞ്ചെരുവിലോ പുഴക്കരയിലോ പാതവക്കിലോ പട്ടണത്തിലോ ഗ്രാമത്തിലോ എവിടെ വെച്ചെങ്കിലും ഞാൻ അവളെ കാണും. അവൾക്കെന്നെ മനസ്സിലാവുകയില്ല. പക്ഷേ എനിക്ക് മനസ്സിലാകും. അവൾ എത്ര തന്നെ വളർന്നാലും. നിത്യദുഃഖത്തിൻ്റെ ജനാല പോലെയുള്ള എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അത്ഭുതത്തോടെ അവൾ പറഞ്ഞേക്കാം, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ എവിടെ വെച്ചാണ് കണ്ടതെന്ന് ആലോചിക്കാൻ മെനക്കെടുകയില്ല. വേണ്ട മൈഥിലി, നീയെങ്കിലും എന്നെ മറക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. പക്ഷേ എനിക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നീ അടക്കമുള്ള എല്ലാവരും എന്നെ മറക്കും. ഇപ്പോൾ തന്നെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. സാരമില്ല, നീയൊരു കിനാവാണ്. വഴുതിപ്പോകുന്ന ഒരു കിനാവ്. നിന്നിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് നീ മറന്നാലും എനിക്ക് നിന്നെ മറക്കുവാൻ കഴിയുകയില്ല. മൈഥിലി, നീ എൻ്റേതാണ്. പക്ഷേ എൻ്റേതാണെങ്കിൽ പിന്നെ നീയെങ്ങനെ ഒരു കിനാവാകും? മനസ്സിലായി. നീയൊരു കുട്ടി മാത്രമാണ്. എന്നും ഒരു കുട്ടി. എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന ഒരു കുട്ടി. എന്നും എൻ്റെ അയൽപക്കത്ത് താമസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. എനിക്ക് വേണ്ടി കണ്ണീർ പൊഴിച്ചവളാണ് നീ. എന്നും എനിക്ക് വേണ്ടി നീ കണ്ണീർ പൊഴിക്കുക. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാകും. സ്നേഹിക്കുക, സ്നേഹിക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹം മധുരമാണ്. വേദനയോടുകൂടി സ്നേഹിക്കുന്നു. അവൾ എൻ്റെ മുൻപിലില്ല. എങ്കിലും ഞാൻ അവളെ കാണുന്നു. പോകുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. വണ്ടി വരേണ്ട താമസമേയുള്ളൂ. വണ്ടി ഇപ്പോൾ വരും. വന്ന ഉടനെ പോവുകയായി. അവൾ മടക്കിക്കൊണ്ടുവന്ന ചിത്രവും മഷിക്കുപ്പിയും ഞാൻ എടുക്കുന്നില്ല. അതിവിടെ തന്നെ കിടക്കട്ടെ. എനിക്ക് ശേഷം ഇവിടെ താമസിക്കുവാൻ വരുന്നവർ അതെടുത്ത് പുറത്തു കുപ്പയിൽ വലിച്ചെറിയും. എന്നെ അറിയാത്തവർക്ക് അങ്ങനെ ചെയ്യുവാനേ കഴിയുകയുള്ളൂ. എന്നിട്ട് അവർ പറയും, അവൻ ഇവിടെ ഇട്ടേച്ച് പോകാൻ കണ്ട 2 സാധനങ്ങൾ, ഒരു പീറച്ചിത്രവും ഒരു പൊളിഞ്ഞ മഷിക്കുപ്പിയും.
അവരതിൻ്റെ വില അറിയില്ല. പണ്ട്, വളരെ പണ്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ഇപ്പോൾ അവളുടെ ഓർമ്മ മാത്രമേ ബാക്കിയുള്ളൂ. എണ്ണ കുറഞ്ഞ ഒരു വിളക്ക് കത്തിയടങ്ങുന്നത് പോലെയാണ് അവൾ മരിച്ചത്. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ ആ ചിത്രം അവൾ എനിക്ക് തന്നു. അവളുടെ ശോഷിച്ച വിരലുകൾ കൊണ്ട് വരച്ച ആ ചിത്രം. ഞാനത് സൂക്ഷിച്ചു. പക്ഷേ പിന്നീട് അതും അവളെപ്പോലെ തന്നെ വിളറിപ്പോയി. എങ്കിലും അപ്പോഴും എനിക്കത് പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. ഈ മഷിക്കുപ്പി, ഇത് ഞാൻ വില കൊടുത്തു വാങ്ങിയതാണ്. അരയന്നത്തിൻ്റെ ആകൃതിയാണിതിനുള്ളത്. ഞാനിതിൽ എപ്പോഴും മഷി നിറച്ചു വച്ചിരുന്നു. ഒരു കാലത്ത് അതിലെ മഷി കൊണ്ടാണ് ഞാൻ ഏറ്റവും മനോഹരമായ കഥകൾ എഴുതിയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ ചൂടനുഭവിച്ചവയാണ് ഇവ. കുപ്പിയിൽ കിടക്കുമ്പോൾ നോക്കി നെടുവീർപ്പിടാൻ ആരെങ്കിലും ഉണ്ടാകുമോ? ഞാൻ ആശിക്കുന്നു, ഉണ്ടാകട്ടെ. പക്ഷേ ഉണ്ടാവുകയില്ല. ലോകത്തിന് എന്നും തിരക്കാണ്. ഇല്ലെങ്കിലും ഉണ്ടെന്ന് നടിക്കും. അവ നശിച്ചു കൊള്ളട്ടെ. എനിക്ക് ഖേദമില്ല. എൻ്റേതായ എല്ലാം തന്നെ നശിപ്പിച്ചു കൊള്ളട്ടെ. ഈ വാതിൽപ്പടിമേലിരുന്ന് ഞാൻ പലതും ആലോചിക്കുകയാണ്. മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിട്ടുണ്ട്. എനിക്കതറിയാം. മൂളുന്ന തേനീച്ചകളെപ്പോലെ ചിന്തകൾ വന്നും പോയും കൊണ്ടിരിക്കുന്നു. പല രൂപങ്ങളും ഞാൻ കാണുന്നു. വഴിവക്കിൽ മഷിക്കുപ്പിയുടെയും ചിത്രത്തിൻ്റെയും സ്ഥാനത്ത് ഞാനാണ് കിടക്കുന്നത്. എന്നെ ആരോ എടുത്ത് എറിഞ്ഞതാണ്. എനിക്ക് എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല. ആളുകൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നു. ഞാനും ചിരിക്കും. ഇതാ, ഞാൻ ചിരിക്കുകയാണ്. പക്ഷേ അവർ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ ഈ വാതിൽപ്പടിമേലിരുന്ന് ഞാൻ വെറുതെ തെരുവിലേക്ക് നോക്കുകയാണ്. തെരുവിന് ജീവനില്ല. തെരുവ് മരിച്ചു പോയിരിക്കുന്നു. ആകാശം മൂടിക്കെട്ടി നിൽക്കുകയാണ്. മഴ പെയ്യുമോ? പെയ്തെങ്കിൽ നന്ന്. രാവിലെ അല്പം ഒന്ന് ചാറുകയുണ്ടായി. അതുപോരാ, വെള്ളം കുത്തിയൊലിക്കണം. തോടും പുഴയും കവിഞ്ഞൊഴുകണം. ഈ തെരുവ് മുങ്ങിപ്പോകണം. എന്തൊരു തമാശയായിരിക്കും. അപ്പോൾ അത് കാണുവാൻ ഞാൻ ഉണ്ടാവുകയില്ല. അതിനു മുൻപേ ഞാൻ മരിക്കും. എൻ്റെ നെഞ്ചു വേദനിക്കുന്നുണ്ട്. ഞാൻ മരിക്കും. ഞാൻ മരിച്ചാൽ ഇന്ന് രാവിലെയും ആ കുട്ടികൾ ഇവിടെ വരികയുണ്ടായി. ഞാൻ കസാലയിൽ കണ്ണുമടച്ച് കിടക്കുകയായിരുന്നു. അവർ വന്ന് ഷെൽഫിലും മേശയിലുമുള്ള കടലാസും പുസ്തകങ്ങളുമൊക്കെ വലിച്ചിട്ടു. ആ കുട്ടികൾ ഇറക്കിളികളെ പോലെയാണ്. വരാൻ വഴിയൊന്നും വേണ്ട. വാതിലും ജനലും പൂട്ടിയാൽ വെന്റിലേറ്ററിലൂടെ പറന്നു വന്നുകൊള്ളും. പക്ഷേ ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്തേ അവർക്ക് ആ ഇറക്കിളികളുടെ ഓമനത്വം കിട്ടാതെ പോയത്? വല്ലാത്ത കുട്ടികൾ തന്നെ. എന്നെങ്കിലും ഞാൻ വിവാഹം കഴിച്ചാൽ അതുപോലുള്ള കുട്ടികൾ എനിക്കുണ്ടാകുമോ? പക്ഷേ ഞാൻ വിവാഹം കഴിക്കുകയില്ല. എൻ്റെ നെഞ്ചു വേദനിക്കുന്നുണ്ട്. ഞാൻ മരിക്കും. ആ കുട്ടികൾ, അവർക്ക് എൻ്റെ മുറിയിൽ കടന്നു വരാനേ കഴിയുകയുള്ളൂ. എൻ്റെ സമ്മതമില്ലെങ്കിലും അവർക്കത് ചെയ്യാം. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. ചെറിയ കുട്ടികളാണെങ്കിലും അവർക്കുള്ളത് വലിയ മനസ്സാണ്. ഞാൻ എല്ലാ കാപ്പട്യങ്ങളെയും വെറുക്കുന്നു. അവർ പോയതിനു ശേഷവും ഞാൻ കണ്ണുമടച്ചു കിടന്നു. എനിക്ക് ചിത്രം തന്ന ആ പെൺകുട്ടിയെ ഞാൻ സ്വപ്നം കണ്ടു. അല്ലെങ്കിൽ എനിക്കങ്ങനെ തോന്നിയതായിരിക്കാം. എന്തായാലും അവളെ ഞാൻ ഓർക്കുകയുണ്ടായി. അത് തീർച്ചയാണ്. അവൾ അല്പം പോലും വളർന്നിരുന്നില്ല. എനിക്ക് പരിചിതമായ ആ ബാല്യകാല രൂപം ഏറ്റവും മധുരമായിരുന്നു. ഞാൻ കണ്ണുമടച്ചു കിടന്നു. മൈഥിലി വന്നു. മൈഥിലി. പെട്ടെന്ന് ആ കുട്ടിയെ എൻ്റെ മുൻപിൽ കണ്ടപ്പോൾ കരയുവാനാണ് തോന്നിയത്. അല്ല, ഞാൻ കരയുക തന്നെ ചെയ്തു. എനിക്ക് ചിത്രം തന്ന പെൺകുട്ടിയുടെ ഛായയാണ് അവൾക്കപ്പോഴുണ്ടായിരുന്നത്. ഞാൻ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അതെ, അവൾ തന്നെ. ഇതുവരെ അവൾ എവിടെയായിരുന്നു? ഞാൻ ആ കുട്ടിയെ എൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. ശബ്ദമുണ്ടാക്കാതെ കരഞ്ഞു. ഒന്നും സംസാരിക്കുകയുണ്ടായില്ല. അവൾ പോകുമ്പോൾ ആ ചിത്രവും മഷിക്കുപ്പിയും കൊണ്ടുപോയി. ഞാൻ സ്വയം പറഞ്ഞു, അവൾ തന്നത് അവൾ തന്നെ തിരിച്ചെടുത്തിരിക്കുന്നു. എടുക്കട്ടെ. ഞാൻ പലതും ഓർത്തു. ഇവിടെ താമസിക്കുവാൻ തുടങ്ങിയിട്ട് 6 മാസമായി. വെറുതെ 6 മാസക്കാലം തള്ളി നീക്കി. ഒരു പ്രവൃത്തിയും എടുക്കുകയുണ്ടായില്ല. ആ കുട്ടിയെ കാണുവാനും സ്നേഹിക്കുവാനും കഴിഞ്ഞു. അതുതന്നെ വലിയൊരു നേട്ടം. അവളെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര വലിയ നഷ്ടമാകുമായിരുന്നു. പുറത്ത് മഴ ഘോരമായി വർഷിക്കുമ്പോൾ ഈ വാതിൽപ്പടിയിലിരുന്ന് ഞാൻ എത്ര തവണ അവളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോഴൊക്കെ ലോകം എനിക്ക് അടച്ചിട്ട ഒരു മുഷിപ്പൻ പുസ്തകവും അവൾ അതിൻ്റെ ഭംഗിയുള്ള പുറംചട്ടയുമായിരുന്നില്ലേ. ഞാൻ അവളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതും. അവളോട് അതൊക്കെ പറയണമായിരുന്നു. പക്ഷേ അവളെനിക്ക് ആരാണ്? മകൾ, അല്ലെങ്കിൽ ഭാര്യ. പക്ഷേ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, കഴിക്കുകയുമില്ല. ഞാൻ മരിക്കും. മരിച്ചാൽ പിന്നെ അവളെ എങ്ങനെ കാണാനാണ്? അതോർക്കുമ്പോൾ. എന്നാൽ ഞാൻ അവളെ ആദ്യമായി കണ്ടത് ഒരു സന്ധ്യയ്ക്ക് ഇവിടെ വന്ന ദിവസം തന്നെ.
തെരുവിൽ കുട്ടികൾ കളിക്കുകയാണ്. ആ വിളക്കുകാലിൻ്റെ ചുവട്ടിൽ അവൾ ലജ്ജയോടെ നിൽക്കുന്നു. ഞാനിവിടെയും. പക്ഷേ എനിക്ക് ലജ്ജയല്ല, വേദനയാണുള്ളത്. നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം അവയവങ്ങളൊക്കെ സന്ധിബന്ധമറ്റ് കിടക്കുകയാണ്. ഞാൻ നോക്കി. കസവ് കുത്തുള്ള നീല സിൽക്കിൻ്റെ പാവാടയും ബ്ലൗസുമാണ് അവൾ ധരിച്ചിട്ടുള്ളത്. അവൾ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശമായിരുന്നു. തെരുവ് ഒരു രോഗിയെപ്പോലെ പിച്ചും പേയും പറയുമ്പോൾ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. മറ്റുള്ളവർ ഇരുട്ടിലേക്ക് നീങ്ങുമ്പോൾ അവൾ പ്രകാശത്തിൻ്റെ ചുവട്ടിൽ ഒരു ജ്വാല പോലെ. ഞാൻ എന്നെ മറന്നു. മനസ്സ് പാട്ടുപാടി. നീ ആരെ ഇതുവരെ അന്വേഷിച്ചിരുന്നുവോ? അവളിതാ നിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ജീവിതത്തിന് പുതിയൊരർത്ഥം കൈവന്നതുപോലെ തോന്നി. പക്ഷേ ആ കുട്ടി അന്നോ അതിൽ പിന്നീടോ എൻ്റെ അരികിൽ വരികയുണ്ടായില്ല. ഞാൻ കവിയും അവൾ എൻ്റെ ഭാവനയ്ക്കപ്പുറമുള്ള ആശയവുമായിരുന്നു. കസാലയിൽ കണ്ണടച്ചു കിടന്നു. ഞാൻ അതൊക്കെ ഓർത്തു. എനിക്ക് സങ്കടം തോന്നിയില്ല. അവൾ എൻ്റെ അരികിൽ വന്നിരിക്കുന്നു. അജ്ഞാതമായ ഈ ബന്ധത്തെക്കുറിച്ച് അവൾക്ക് അറിവുണ്ടായിരിക്കണം. പോകുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്തതിന് ശേഷം ഈ വാതിൽപ്പടിമേൽ വന്ന് വണ്ടിയും കാത്തിരുന്നു. ഞാൻ ആലോചിച്ചു, അവൾ ഇപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ആ മഷിക്കുപ്പിയും ചിത്രവും ദൂരെ വെച്ച് നോക്കി അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും. മഷിക്കുപ്പിയിൽ വെള്ളം നിറച്ച് ചിത്രം അതിൽ കുതിർക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ മൈഥിലി കരഞ്ഞുകൊണ്ട് പൊടുന്നനെ എൻ്റെ മുൻപിൽ വന്ന് ആ ചിത്രവും മഷിക്കുപ്പിയും ഇവിടെയിട്ട് ഓടിപ്പോയി. ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ദുസ്സഹമായിരുന്നു. ഹൃദയത്തിലെ പഴയ മുറിവ് വീണ്ടും പൊട്ടി ചോരയൊഴുകി. ആ ചിത്രവും മഷിക്കുപ്പിയും ഇവിടെ കിടക്കുകയാണ്. ഞാനതെടുത്തില്ല. മൈഥിലിയും എടുക്കില്ല. ആരും എടുക്കില്ല. പുറത്തെ കുപ്പയിൽ കിടന്ന് അവ നശിച്ചു പോകും. ഞാൻ പോവുകയാണ്. ഇനി മടങ്ങി വരില്ല. വിഷാദത്തോടെ ഞാൻ തെരുവിലേക്ക് നോക്കുന്നു. ആ കുട്ടി അവിടെ എങ്ങാനുമുണ്ടോ? ഇല്ല. ഞാൻ ഓർക്കുന്നു, അവളുടെ സാമീപ്യത്തിനു വേണ്ടി ദാഹിച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ തെണ്ടിയും തെമ്മാടിയുമാണെന്നും എനിക്ക് ശരിയായ ഒരു ജോലിയില്ലെന്നും ഇവിടെയുള്ളവർ പറഞ്ഞു പരത്തിയപ്പോൾ. പക്ഷേ അന്നൊന്നും അവൾ വരികയുണ്ടായില്ല. ഞാൻ എത്രമാത്രം ആശിച്ചിരുന്നു. ഒരിക്കൽ അവൾ വരും. ആരോ എന്നോട് പറഞ്ഞു. അവൾ വന്നു. പക്ഷേ എന്തിനാണവൾ വന്നത്? വണ്ടിയെത്തി. ലാടം തറച്ച കുളമ്പ് കല്ലിന്മേൽ പതിയുമ്പോൾ വല്ലാത്തൊരു ശബ്ദമുണ്ടാകുന്നു. കല്ലുകൾ പറഞ്ഞു, നീ നശിക്കാൻ പോവുകയാണ്. എനിക്ക് ഭയം തോന്നുന്നു. ഞാൻ പറഞ്ഞു, വണ്ടി പതുക്കെ വിട്ടാൽ മതി. എൻ്റെ കണ്ണുകൾ അശ്രുപൂർണങ്ങളാണ്. ഞാനൊന്നും വ്യക്തമായി കാണുന്നില്ല. ഈ വേദന എൻ്റെ ചുറ്റും വിഷാദത്തിൻ്റെ ഒരു ഭിത്തി നിർമ്മിക്കുകയാണ്. എങ്കിലും ആ കുട്ടിയെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പോകുന്നത് നോക്കി ആ വിളക്കുകാലിൻ്റെ ചുവട്ടിൽ അവൾ, ഒരു സ്ഫടികക്കട്ടയുടെ ഉള്ളിൽ അവൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൾക്ക് അതിൽ നിന്നും പുറത്തു വരാൻ കഴിഞ്ഞുവെങ്കിൽ. വണ്ടി എങ്ങോട്ട് പോവുകയാണ്? മൈഥിലി, നീ എന്നും നീയും ഞാനെന്നും ഞാനും ആയിരിക്കുന്ന കാലത്തോളം നീ എൻ്റേതായിരിക്കുകയില്ലേ? കഥ ഇവിടെ പൂർണ്ണമാവുന്നു.